ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് റെഫ്രിജറന്റിനെ പറ്റിയുള്ള പഠിക്കാൻ പോണത്. എ ടു സെഡ് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പരമാവധി നോക്കിയിട്ടുണ്ട്. നമ്മളിതിൽ ഫസ്റ്റ് തന്നെ ക്ലാസിഫിക്കേഷൻ പഠിക്കും, പ്രൈമറി അതുപോലെ തന്നെ സെക്കൻഡറി റെഫ്രിജറന്റുകളെ പറ്റി പഠിക്കും. പിന്നെ ഓരോ റെഫ്രിജറന്റിന്റെയും അതിന്റെ നൈമിങ്, അതിന്റെ കെമിക്കൽ ഫോർമുല, എങ്ങനെയാണ് പേര് വന്നത്, പിന്നെ അതിന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ, ഓസോൺ ഡിപ്ലീഷൻ പൊട്ടൻഷ്യൽ, അതിന്റെ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കും. അതുപോലെ തന്നെ അതിന്റെ കളർ കോഡ് പഠിക്കും, സിലിണ്ടറിന്റെ കളർ കോഡ് നമ്മൾ പഠിക്കും. അതെല്ലാം സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പഠിക്കാൻ പാടായിട്ട് എല്ലാവർക്കും കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നെയിമിങ് അല്ലെങ്കിൽ കളർ കോഡൊക്കെ അല്ലേ. എങ്ങനെയാണ് R11 അല്ലെങ്കിൽ R12 R22 ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്, പേരെങ്ങനെയാണ് വരുന്നത് എല്ലാവർക്കും ഇച്ചിരി ഇച്ചിരി പണിയായിരിക്കും അല്ലേ. അതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നേരെ റിവേഴ്സും ചോദിക്കാമല്ലോ. റിവേഴ്സ് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കെമിക്കൽ നെയിം തന്നു, വാട്ടറിന്റെ കെമിക്കൽ നെയിം തന്നു, അതിന്റെ നമ്മുടെ നെയിമിങ് എന്താണെന്ന് ചോദിച്ചൂടെ. R727 ഏതാണ്, R718 ഏതാണ്, അതൊക്കെ അങ്ങനെ ചോദിച്ചൂടെ. അതായത് റിവേഴ്സും നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഈ നെയിമിങ് വരുന്നതെന്ന് നമുക്ക് ചോദിക്കാം. രണ്ട് രീതിയിലും ചോദിക്കാം. ഈ നെയിമിങ് പഠിച്ചു വെച്ചാൽ നമുക്ക് അതിന്റെ കെമിക്കൽ ഫോർമുല പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. അപ്പൊ അതെല്ലാം ഈ സ്ലൈഡിൽ നോക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്യൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം എനിക്ക് വേറൊരു സ്ക്രീനാണുള്ളത്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പൊ അങ്ങനെ നോക്കിയിട്ട് എനിക്ക് ക്ലാസ് എടുക്കേണ്ടി വരും. ഇതിലേക്ക് നോക്കിയിട്ട് എനിക്ക് ക്ലാസ് എടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ വീഡിയോ ഓഫ് ചെയ്യാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. പിന്നെ ഇച്ചിരി ഇത് നമ്മുടെ ടെക്നിക്കൽ ഹൈസ്കൂൾ അതുപോലെ തന്നെ ITI കാർക്ക് അവർക്കെല്ലാം യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പൊ നമുക്ക് റെഫ്രിജറന്റ് നോക്കാം അല്ലെ. ഇറ്റ് ഈസ് ഹീറ്റ് ട്രാൻസ്ഫർ മീഡിയം. ഇയാളാണ് നമ്മുടെ ഫ്രിഡ്ജില്, AC-യിൽ, ചില്ലർ പ്ലാന്റിലൊക്കെ ഹീറ്റിനെ വലിച്ചെടുത്തിട്ട് ഹീറ്റിനെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവിടുന്നത്. നമുക്ക് ഫ്രിഡ്ജിലും AC-യിലും എല്ലാത്തിലും കംപ്രസർ ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, ഇവാപറേറ്റർ ഉണ്ട്, എക്സ്പാൻഷൻ വാൽവ് ഉണ്ട്. ഈ കുഴലിന്റെ ഉള്ളിലൂടെ പോകുന്ന ആളാണ് ആര്? റെഫ്രിജറന്റ്. അപ്പൊ ഈ കുഴലുകൾ മാത്രം അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല, അതിന്റെ ഉള്ളിലൂടെ റെഫ്രിജറന്റ് പോയാൽ മാത്രമേ ഇയാള് ഈ സിസ്റ്റം കംപ്ലീറ്റ് ആയി വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ആളാണ് റെഫ്രിജറന്റ്. ഇയാൾ എന്താ ചെയ്യാ? ഇയാള് നമുക്കൊന്ന് ജസ്റ്റ് വരച്ചു നോക്കാം. ഒരു സൈക്കിളിലാണ് ഇയാൾ വർക്ക് ചെയ്യുക അല്ലെ. റെഫ്രിജറന്റ് നമുക്ക് ഒരു സൈക്കിളിൽ വർക്ക് ചെയ്യുക. എവിടെയാണ് ആള് തുടങ്ങിയത് അവിടെ തന്നെ ആള് തിരിച്ചെത്തും. നമുക്ക് ഒരു ലോ പ്രഷർ അതുപോലെ തന്നെ ലോ ടെമ്പറേച്ചർ ഏരിയ ഉണ്ടെന്ന് കരുതിക്കോ. അതുപോലെ തന്നെ ഒരു ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ഏരിയ ഉണ്ടെന്ന് കരുതിക്കോളി. ഈ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ നമ്മുടെ റൂമിന് പുറത്തുള്ള അന്തരീക്ഷമാണ്, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പുറമാണ്, വീടിന്റെ പുറത്തെ ഭാഗമാണ്. ഈ ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ നമ്മളെ AC മുറി അല്ലെങ്കിൽ വീട് കംപ്ലീറ്റ് AC ആണെങ്കിൽ ആ വീടിന്റെ ഉൾഭാഗമാണെന്ന് കരുതിക്കോ. അപ്പൊ നമുക്ക് ഈ ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ ഉള്ള വീടിന്റെ ഉൾഭാഗത്ത് നിന്ന് നമുക്ക് അവിടെ തണുപ്പ് കിട്ടണമെങ്കിൽ അവിടുന്ന് ഹീറ്റ് ഒഴിവാക്കണ്ടേ. ഹീറ്റ് ഒഴിവാക്കിയിട്ട് നമ്മളെ ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ഉള്ള ചൂടുള്ള വീടിന്റെ പുറത്തുള്ള അന്തരീക്ഷത്തേക്ക് എന്ത് ചെയ്യണം? ആ എടുത്ത ഹീറ്റിനെ ഒഴിവാക്കണ്ടേ. ഈ ഹീറ്റിനെ എടുക്കുന്നതും കൊടുക്കുന്നതും ഈ റെഫ്രിജറന്റ് എന്ന് പറയുന്ന ആളാണ്. ഇയാൾ ഒരു സൈക്കിളിലാണ് വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും റീഫിൽ ചെയ്യേണ്ട ആവശ്യമോ അങ്ങനത്തെ ഒരു പ്രശ്നവും വരുന്നില്ല. ഇയാൾ ഹീറ്റ് എടുക്കുമ്പോഴും കൊടുക്കുമ്പോഴും ഇയാളുടെ ഫേസ് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. വേപ്പർ ലിക്വിഡ് ആവുന്നുണ്ട്, ലിക്വിഡ് വേപ്പർ ആവുന്നുണ്ട്. അത് നമുക്ക് പഠിക്കണം. Refrigerant which absorbs heat at a low pressure low temperature area due to evaporation. അതുകൊണ്ടാണ് നമ്മൾ ഇവാപറേറ്റർ കോയില്, AC-യുടെ ഇവാപറേറ്റർ കോയില് നമ്മുടെ AC മുറിയുടെ ഉള്ളിൽ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ ഇവാപറേറ്റർ കോയില് ഫ്രിഡ്ജിന്റെ ഉൾഭാഗത്ത് കൊടുക്കുന്നത് അല്ലെ. എന്നാലാണ് അവിടുന്ന് തണുപ്പ് കൂടുതലാക്കി മാറ്റുള്ളൂ. ആ റൂമിന്റെ ഉള്ളിലെ ഹീറ്റിനെ കംപ്ലീറ്റ് ആര് വലിച്ചെടുക്കും? ഈ ഇവാപറേറ്റർ കോയിലിന്റെ ഉള്ളിലൂടെ ഒഴുകുന്ന റെഫ്രിജറന്റ് വലിച്ചെടുക്കും, സ്വയം ഏറ്റെടുക്കും. എന്നിട്ട് ആളെന്തായി മാറും? അവിടെ ഇവാപറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് മാറും. എങ്ങനെയാ? ഇയാള് എക്സ്പാൻഷൻ വാൽവിൽ നിന്ന് അത് ലിക്വിഡ് ആയിട്ടാണ് വരിക. ആ ലിക്വിഡ് ആയിട്ട് വരുന്ന ആളെന്ത് ചെയ്യും? ഈ റൂമിലെ അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ ഉള്ളിലാണെങ്കിൽ ഫ്രിഡ്ജിന്റെ ഉള്ളിലെ കംപ്ലീറ്റ് ഹീറ്റിനെ വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും? ഇയാള് ഹൈ പ്രഷർ ആയിട്ടുള്ള വേപ്പർ ആയിട്ട് മാറും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇവാപറേഷൻ അല്ലെ. എന്നിട്ട് ഇയാള് ഈ ഫ്രിഡ്ജിന്റെ പുറത്തോ അല്ലെങ്കിൽ വീടിന്റെ AC റൂമിന്റെ പുറത്തോ ഉള്ള അന്തരീക്ഷത്തിലേക്കല്ലേ ആ ഹീറ്റ് കൈമാറുന്നത്. അവിടെ നടക്കുന്ന പ്രോസസ്സാണ് ലിബറേറ്റ് ഇറ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ ഡ്യൂ ടു കണ്ടൻസേഷൻ. അവിടെ നടക്കുന്ന പ്രോസസ്സാണ് കണ്ടൻസേഷൻ. അതുകൊണ്ടാണ് അവിടെ കണ്ടൻസർ കോയിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? ഈ കണ്ടൻസർ കോയിൽ എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലൂടെ നമ്മളെ കംപ്രസ് ചെയ്തിട്ട്
ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ഉള്ള വേപ്പർ കടന്നു പോകും. പക്ഷെ കംപ്രസർ കോയിലിന്റെ അവസാനം എത്തുമ്പോഴൊക്കെ എന്ത് ചെയ്യും, ഇയാൾ കംപ്ലീറ്റ് ഹീറ്റിനെയും അന്തരീക്ഷത്തേക്ക് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഇയാൾ എന്തായി മാറും, ഈ വേപ്പർ എന്തായി മാറും, നല്ല ലിക്വിഡ് ആയി മാറും. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇയാൾ അങ്ങനെ കറക്കി കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ ഹീറ്റിനെ എടുക്കുകയും കൊടുക്കുകയും ചെയ്യണമെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം, ദി റിജക്ഷൻ ഓഫ് ഹീറ്റ് ഈസ് ഫെസിലിറ്റേറ്റഡ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് മെക്കാനിക്കൽ ഓർ ഹീറ്റ് എനർജി. ഒരു എനർജി സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഹീറ്റിനെ റിജക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ, ഇവിടെ നോക്കി നോക്കൂ, ഈ ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ അല്ലേ നമ്മുടെ അന്തരീക്ഷം അല്ലേ, അവിടേക്ക് വീണ്ടും ഹീറ്റിനെ തള്ളണമെങ്കിൽ, തള്ളി കൊടുക്കണമെങ്കിൽ നമുക്കൊരു എനർജി ആവശ്യമാണ്. അത് നമുക്ക് എന്താക്കി മാറ്റാം, മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റാം. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ കണ്ടിട്ടുള്ള കംപ്രസർ ഇല്ലേ, ആ കംപ്രസർ ഒരു ഇലക്ട്രിക് മോട്ടോർ വെച്ച് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ റെഫ്രിജറന്റിനെ വേപ്പറിനെ എന്ത് ചെയ്യും, കംപ്രസ് ചെയ്ത് തള്ളിയിട്ട് എന്ത് ചെയ്യും, ഇയാൾ കണ്ടൻസർ കോയിലിന്റെ ഉള്ളിലൂടെ കടത്തിവിടും. ഓക്കെ ആണോ? അല്ലെങ്കിൽ ഹീറ്റ് എനർജി, ഈ ഹീറ്റ് എനർജി നമ്മൾ എവിടെ ഉപയോഗിക്കുക, നമ്മൾ കംപ്രസർ ഉപയോഗിക്കുക. എല്ലായിടത്തും കറണ്ട് ഉണ്ടായിക്കോണമെന്നില്ല, അങ്ങനത്തെ ഏരിയ ഉണ്ടായിക്കൂടെ? നമ്മൾ വെൽഡിംഗ് ഒക്കെ ചില ഏരിയയിൽ ജനറേറ്റർ സെറ്റ് കൊണ്ടുപോയിട്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെ വൈദ്യുതി ഇല്ലാത്ത ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് എനർജി ഉപയോഗിച്ച് അല്ലെങ്കിൽ സോളാറിന്റെ എനർജി ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു AC സിസ്റ്റം വർക്ക് ചെയ്യിപ്പിക്കാം. അങ്ങനെ വർക്ക് ചെയ്യുന്ന AC സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. എന്താണ് VARS, വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. നമ്മൾ മെക്കാനിക്കൽ എനർജി ഉപയോഗിക്കുകയാണെങ്കിൽ കംപ്രസർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് വിളിക്കാം. ഓക്കെ ആണോ? ഇനി the fluid changes from liquid to vapor during the process of absorbing heat and condenses to liquid from vapor while liberating heat in most refrigeration system. നമ്മൾ പറഞ്ഞതാണ്, അത് തന്നെയാണ് ഇവാപറേഷനും കണ്ടൻസേഷനും. നമുക്ക് വേഗം അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇനി ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ, റെഫ്രിജറന്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ മെയിൻ ആയി ചെയ്യുന്നത് പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി എന്നാണ്. ഇത് രണ്ട് ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാം. എന്താണ്, ഈ AC സിസ്റ്റത്തിൽ ഡയറക്റ്റ് ആയിട്ട് ഹീറ്റിനെ വലിച്ചെടുക്കുകയും അതുപോലെ തന്നെ ലിബറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ തരം റെഫ്രിജറന്റ് നമുക്ക് എന്ത് വിളിക്കാം, പ്രൈമറി റെഫ്രിജറന്റ് എന്ന് വിളിക്കാം. വിച്ച് ഡയറക്ട്ലി ടേക്ക് പാർട്ട് ഇൻ റെഫ്രിജറേഷൻ സൈക്കിൾ. അങ്ങനെയാണ് സെക്കൻഡറി സൈക്കിളോ, വിച്ച് ഡു നോട്ട് ടേക്ക് പാർട്ട് ഡയറക്ട്ലി അല്ലെ, അത് ഡയറക്ട്ലി ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡയറക്ട്ലി ഹീറ്റിനെ വലിച്ചെടുക്കും കൊടുക്കുകയും ചെയ്യില്ല. ഓക്കെ ആണോ? നോട്ട് പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി. ഓക്കെ ആണോ? അതുകൊണ്ട് തന്നെ സെക്കൻഡറി റെഫ്രിജറന്റ് എന്ത് വേണം, പ്രൈമറി റെഫ്രിജറന്റ് സഹായം വേണം. എന്തിന്, ഇയാളുടെ ടെമ്പറേച്ചർ ലോവർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാലോ ലിഥിയം ബ്രോമൈഡ് വാട്ടർ സൊല്യൂഷൻ അല്ലെ, അങ്ങനത്തെ അബ്സോർപ്ഷൻ സിസ്റ്റം അറിയില്ലേ, ലിഥിയം ബ്രോമൈഡ് വാട്ടർ എന്താ അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് അമോണിയ വാട്ടർ അറിയില്ലേ, അമോണിയ വാട്ടർ സിസ്റ്റം അറിയില്ലേ. ഇതില് ഒന്ന് റെഫ്രിജറന്റും ഒന്ന് അബ്സോർബറുമാണ് അല്ലെ, ഇതിലും തന്നെ ഒന്ന് റെഫ്രിജറന്റും ഒന്ന് അബ്സോർബറുമാണ്. കാരണം എന്തുകൊണ്ടാ, ഒരു സെക്കൻഡറി റെഫ്രിജറന്റ് ആയിട്ടുള്ളതിന് ഡയറക്റ്റ് ആയിട്ട് പങ്കെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും, ഒരു സെക്കൻഡറി റെഫ്രിജറന്റിന്റെ സഹായം ഉപയോഗിക്കും. അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലും കൂടി നമുക്ക് എന്ത് ചെയ്യാം, പ്രൈമറി സെക്കൻഡറി എന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടാ നമ്മളിപ്പോ ഒരു മീന് ഫിഷ് ഒക്കെ നമ്മൾ കൊണ്ടുവരില്ലേ, അതിനെ നമുക്ക് തണുപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ഉപയോഗിക്കുക, ഐസ് അല്ലേ, ആ മീനിന്റെ കൊട്ടയിൽ നമ്മൾ ഐസ് അല്ലേ ഇടുക. ആ ഐസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഐസിനെ ആദ്യം വേറെ ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഐസ് പ്ലാന്റിൽ ഉണ്ടാക്കണ്ടേ. അങ്ങനെ നമുക്ക് ഡെഫിനിഷൻ പറയാം കേട്ടോ. മെയിൻ ആയിട്ട് ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്, വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിന്റെ കേസിലാണ് മെയിൻ ആയിട്ട് പറയാം. ഇതില് നമ്മൾ എയർ അതുപോലെ തന്നെ വാട്ടർ, ഇതിനൊക്കെ നമ്മൾ എന്ത് വിളിക്കാം, സെക്കൻഡറി റെഫ്രിജറന്റ് എന്ന് വിളിക്കാം. അമോണിയ നമ്മൾ പ്രൈമറി റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കും, സെക്കൻഡറി റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കും. അത് ഏത് സിസ്റ്റം ആണോ, വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും. അങ്ങനെ റെഫ്രിജറേഷന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ടൈപ്സ് നമ്മൾ ആദ്യം പഠിച്ചു, പ്രൈമറി സെക്കൻഡറി. ഇനി വേറൊരു ടൈപ്പിൽ നമുക്ക് ഹാലോ കാർബൺ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ട്, ഇനോർഗാനിക്, അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്, അസിയോട്രോപ്സ് എന്നിങ്ങനെ 5 തരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഹാലോ കാർബൺസ് നമുക്ക് എന്ത് വിളിക്കാം, CFC അല്ലെങ്കിൽ ഫിറോൺ ഗ്രൂപ്പ് ഓഫ് റെഫ്രിജറൻസ് എന്ന് പറയുന്നത് ഏതാണ്, ഹാലോ കാർബൺ കോമ്പൗണ്ട്സ് ആണ്. നമുക്കറിയാലോ R11 R12 അല്ലെങ്കിൽ R21 R23 R30 40 എന്നൊക്കെ കേട്ടിട്ടില്ലേ. ആ ഗ്രൂപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം, ഹാലോ കാർബൺ കോമ്പൗണ്ട് അല്ലെങ്കിൽ ഫിറോൺ ഗ്രൂപ്പ് ഓഫ് റെഫ്രിജറന്റ് എന്ന് വിളിക്കാം അല്ലെ. അതില് R11ന്റെ കേസ് ഒന്ന് എടുത്തു നോക്കൂ, R11
R11 കേസ്. അതിന്റെ കെമിക്കൽ ഫോർമുല എന്താ? CCl3F അല്ലേ? ട്രൈക്ലോറോ മോണോഫ്ലൂറോ ഈഥൈന മീഥൈന മീഥൈൻ. എങ്ങനെയാണ് അത് വന്നത്? ഈഥൈന മീഥൈന എന്നൊക്കെ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? എങ്ങനെയാ വന്ന് നമുക്ക് നോക്കാം. കാർബണും അതിന്റെ ചുറ്റും 4 ആറ്റം ഉള്ളതിനെ നമുക്ക് വിളിക്കാം മീഥൈൻ എന്ന് വിളിക്കാം അല്ലെ? ഇവിടെ ടോട്ടൽ എത്ര ആറ്റാ? ഒരു കാർബൺ ആറ്റം ഉണ്ട്, അതിന് ചുറ്റും 3 ക്ലോറിൻ ആറ്റം ഉണ്ട്, ഒരു ഫ്ലൂറിൻ ആറ്റം ഉണ്ട്. ഒന്നുകൂടി വൃത്തിയാക്കിയിട്ട് ഒന്ന് എഴുതി നോക്കാം. CCl3F ട്രൈക്ലോറോ മോണോഫ്ലൂറോ 4 ആറ്റുള്ളത്, ടോട്ടൽ 4 ആറ്റം കാർബണ് ചുറ്റുമുള്ളത് കൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? മീഥൈൻ എന്ന് വിളിക്കാം അല്ലെ? ഇവിടെ കാർബണിന്റെ ചുറ്റും 3 ക്ലോറിൻ ആറ്റം ഉണ്ട്, ഒരു ക്ലോറിൻ ആറ്റം, 2 ക്ലോറിൻ ആറ്റം, 3 ക്ലോറിൻ ആറ്റം, അതുപോലെ തന്നെ ലാസ്റ്റില് ഒരു ഫ്ലൂറിൻ ആറ്റം അല്ലെ? അതുകൊണ്ടാണ് അതിന് മീഥൈൻ എന്ന് വിളിച്ച്. അപ്പോ എങ്ങനെയാണ് പേര് വിളിക്കുക? എത്ര ക്ലോറിൻ ആറ്റം ഉണ്ടോ ട്രൈക്ലോറോ, അതുപോലെ എത്ര ഫ്ലൂറിൻ ആറ്റം ഉണ്ടോ മോണോഫ്ലൂറോ, മീഥൈൻ അല്ലെ? ഇതിന് നമ്മൾ എന്ത് വിളിക്കും? R11 എന്ന് വിളിക്കൂലേ അല്ലെ? ഇനി R12ന്റെ കേസ് എന്താ? R12ന്റെ കേസ് എന്താ? എങ്ങനെ R12ഉം R11 ഒക്കെ വ്യത്യാസപ്പെടുന്നേ? R12ന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CCl2F2 CCl2F2 അല്ലെ? അതിൽ ക്ലോറിൻ ആറ്റം എന്ത് ഒന്ന് കുറഞ്ഞു, ഫ്ലൂറിൻ ആറ്റം ഒന്ന് കൂടുകയും ചെയ്തു അല്ലെ? CCl2F2. ടോട്ടൽ എത്ര ആറ്റാള്? ക്ലോറിന്റെ 2 ആറ്റം ഉണ്ട്, ഫ്ലൂറിന്റെ 2 ആറ്റം ഉണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ ടോട്ടൽ 4 ആറ്റല്ലേ കാർബണ് ചുറ്റും. അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് വിളിക്കാം? മീഥൈൻ എന്ന് വിളിക്കാം. കാർബണ് ചുറ്റും 2 ക്ലോറിൻ ആറ്റവും 2 ഫ്ലൂറിൻ ആറ്റവും ഉണ്ട് അല്ലെ? 2 ഫ്ലൂറിൻ ആറ്റം ഉണ്ട്. ടോട്ടൽ കാർബണ് ചുറ്റും 4 ആറ്റാണ് അല്ലെ? 2 ഫ്ലൂറിനും 2 ക്ലോറിനും. അതുകൊണ്ട് നമുക്ക് അതിനെ മീഥൈൻ എന്ന് വിളിക്കാം. ഇതിനെ അങ്ങനെ എപ്പോ വിളിക്കുക? എത്ര ക്ലോറിൻ ആറ്റം ഉണ്ട്? ഡൈക്ലോറോ 2 ക്ലോറിൻ ആറ്റം ഉണ്ട്, ഡ്രൈ ഫ്ലൂറോ 2 ഫ്ലൂറിൻ ആറ്റം ഉണ്ട്, മീഥൈൻ. അപ്പോ R11 നമ്മൾ പഠിച്ചു, ട്രൈക്ലോറോ മോണോഫ്ലൂറോ മീഥൈൻ എന്ന് വിളിച്ചു. രണ്ടാമത്തേതിനെ CCl2F2നെ ഡൈക്ലോറോ ഡൈഫ്ലൂറോ മീഥൈൻ എന്ന് വിളിച്ചു അല്ലെ? ഇനി നമുക്ക് വേറൊരു ഉദാഹരണം കൂടി നോക്കാം. CClF3 ഇവിടെ എന്താ? ക്ലോറിൻ ആറ്റം 1 കുറഞ്ഞു, ഫ്ലൂറിൻ ആറ്റം 3 ഉണ്ട് അല്ലെ? ടോട്ടൽ കാർബൺ ചുറ്റും എത്ര എണ്ണ? ടോട്ടൽ 4 ആറ്റം അല്ലേ? ഒരു ക്ലോറിൻ ആറ്റം, 3 ഫ്ലൂറിൻ ആറ്റം, ടോട്ടൽ 4. അപ്പോൾ അതും മീഥൈൻ തന്നെയാണ് അല്ലെ? ഫ്ലൂറിൻ ആറ്റം 1 കൂടി, ടോട്ടൽ 3 എണ്ണായി. ഫ്ലൂറിൻ ആറ്റം 3 എണ്ണായി അല്ലെ? അപ്പൊ ഇതിന്റെ കെമിക്കൽ നെയിം എങ്ങനെ വിളിക്കുക? മോണോക്ലോറോ അല്ലെ? ഒരു ക്ലോറിൻ ആറ്റേ ഉള്ളൂ അല്ലെ? ഒരു ക്ലോറിൻ ആറ്റേ ഉള്ളൂ, മോണോക്ലോറോ. എത്ര ഫ്ലൂറിൻ ആറ്റം ഉണ്ട്? 3 അല്ലേ? അപ്പോ ട്രൈഫ്ലൂറോ, 3 ഉണ്ടെങ്കിൽ ട്രൈഫ്ലൂറോ മീഥൈൻ. ഓക്കെ ആണോ? അങ്ങനെ വിളിക്കുന്നത് അങ്ങനെ ഒരുപാടുണ്ട്, നമുക്ക് എല്ലാം നോക്കാം. R40 ഉണ്ട്, 21, 22, R30, R40, R100 ഉണ്ട്, R114 ഉണ്ട്, R115 ഉണ്ട്, അങ്ങനെ ഒരുപാട് ഉണ്ട്. അതിന് നമുക്ക് എന്ത് വിളിക്കാം? ഹാലോ കാർബൺ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കാം അല്ലെ? ഇനി എന്താ ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ട്സ് എന്താ വരുന്നത്? നമുക്ക് ഈഥൈൻ, പ്രൊപ്പൈൻ, ബൂട്ടൈൻ അങ്ങനെയുള്ളതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കാം അല്ലെ? ഈഥൈൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രൊപ്പൈൻ ഉണ്ട്, ബ്യൂട്ടൈൻ അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഈഥൈന്റെ എന്താ വരിക? C2H6, 2 കാർബൺ ആറ്റവും 6 ഹൈഡ്രജൻ ആറ്റവും. ബ്യൂട്ടൈന്റെ C4H10 ആണ്, C4H10 ആണ് ബ്യൂട്ടൈന്റെ കേട്ടോ. പ്രൊപ്പൈന്റെ C3H3 ആണ്, C3H3 ആണ്. C4H10 മാറിപ്പോകരുത്, ബ്യൂട്ടൈൻ ആണ്, C4H10 ആണ് ബ്യൂട്ടൈന്റെ. ഇനി ഇനോർഗാനിക് കോമ്പൗണ്ട് പഠിക്കാൻ എളുപ്പം. ഇനോർഗാനിക് കോമ്പൗണ്ട് എന്താ? നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് കിട്ടും, നമുക്ക് വേറെ
പ്ലാന്റ് വെച്ചിട്ടോ അങ്ങനെയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ റെഫ്രിജറന്റുകളാണ് ഒന്ന് എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, അതുപോലെ സൾഫർ ഡൈ ഓക്സൈഡ്, വാട്ടർ, അമോണിയ, എയർ, CO2, അതുപോലെ തന്നെ സൾഫർ ഡൈ ഓക്സൈഡ്, ഇതെല്ലാം ഇനോർഗാനിക് റെഫ്രിജറന്റ് ആണ്. ഇനി ഹൈഡ്രോ കാർബണിനെ ഉൾപ്പെടുന്ന ഒരു ടീമാണ് ഇത് എഥിലീൻ, ട്രൈക്ലോറോ എഥിലീൻ, അതുപോലെ തന്നെ ഡൈക്ലോറോ എഥിലീൻ, പ്രൊപ്പൈലീൻ അങ്ങനെയൊക്കെ വിളിക്കുന്നത് അല്ലെ. പക്ഷെ അതിനെ നമ്മൾ വേറൊരു ഗ്രൂപ്പ് ആക്കിയിട്ട് കൂടി കൺസിഡർ ചെയ്യാം. എങ്ങനെ? അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വേറെ ക്ലാസിഫൈ ചെയ്യാം. ഹൈഡ്രോ കാർബണിൽ പെടുന്നത് തന്നെയാണ്, പക്ഷേ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഈ ബാക്കിയുള്ള ഈ 4 എലമെന്റ് നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്, 4 എലമെന്റിനെ ക്ലാസിഫൈ ചെയ്യാം. എന്തിനാണ് നമ്മൾ ഇതിനെ വേറെ എടുത്ത് എഴുതുന്നത് അല്ലെ? ഇതില് ഒരുപാട് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ കാർബൺ ആറ്റത്തിന്റെ ഇടയിൽ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് വിളിക്കാം. ലാസ്റ്റ് 5ാമത്തെ ടൈപ്പാണ് അസിയോട്രോപ്സ് അല്ലെ. അസിയോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നമ്മുടെ രണ്ട് റെഫ്രിജറന്റിന്റെ ഒരു മിക്സ് ആണ് അല്ലെ, ഒരു ബ്ലെൻഡ് ആണ് അല്ലെ. ഓരോന്നിന്റെയും കൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് അത് ഉപയോഗിച്ചിട്ട് വേറൊരു റെഫ്രിജറന്റ് ഉണ്ടാകാം. R500, R502, R503, 504 അങ്ങനത്തെ കേസുകൾ അല്ലേ. കുറച്ച് R12ഉം കുറച്ച് R152, R12ഉം അതുപോലെ തന്നെ R152 കുറച്ച് എന്ന് പറഞ്ഞാൽ ശതമാനം കേട്ടോ, അത് പഠിക്കണേ. 73% അല്ലെങ്കിൽ 74% R12ഉം അതുപോലെ തന്നെ R152 ഏകദേശം 26% R152 ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കാം, അത് രണ്ടും പാടെ മിക്സ് ആക്കി കഴിഞ്ഞാൽ ബ്ലെൻഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിളിക്കാം, R500 എന്ന് വിളിക്കാം അല്ലെ. ഇതിന് വേറെ ഗുണങ്ങൾ ഉണ്ടാവുക, ഇത് R12ന്റെയും R152ന്റെയും ഗുണത്തിനെക്കാട്ടിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അല്ലെ. നമുക്ക് പഴയ കംപ്രസർ ഒക്കെ മാറ്റിയിട്ട് ചിലപ്പോൾ പുതിയ കംപ്രസർ ആക്കേണ്ടി വരും, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ചെറിയൊരു ചേഞ്ച് ഒക്കെ എടുത്താൽ മതിയാവും. അങ്ങനത്തെ അസിയോട്രോപ്പ് റെഫ്രിജറന്റ് എന്ന് വിളിക്കാം. R502 48% R22, അതുപോലെ തന്നെ 51 അല്ലെങ്കിൽ 52% R115, അതുപോലെ തന്നെ R22. ഇവയുടെ R115 51%, ഇത് 49 അല്ലെങ്കിൽ 48% ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കാം, R502 എന്ന് വിളിക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഹാലോ കാർബൺ കോമ്പൗണ്ട്സിന്റെ നെയിമിംഗ് പഠിക്കാം. നമ്മൾ ലാസ്റ്റ് സ്ലൈഡുകളിലായിട്ട് നമുക്ക് എല്ലാ റെഫ്രിജറന്റിന്റെയും ഗുണങ്ങള്, അതിന്റെ GWP, ODP, കളർ കോഡ് അതൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കാം. അപ്പൊ ഒന്നുകൂടി എളുപ്പമാണ്. നമുക്ക് ആദ്യം നെയിമിംഗ് ഓരോന്നിനും വ്യത്യാസമാണ്. അപ്പൊ ആദ്യം അത് നോക്കാം. ഹാലോ കാർബൺ കോമ്പൗണ്ട് നമുക്കറിയാലോ, എന്താ ഫോർമുലാസ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഫിറോൺ ഗ്രൂപ്പ്, CFC ഗ്രൂപ്പ്, ഇതിനെ അങ്ങനെ കൂടി വിളിക്കാം അല്ലെ. കാർബണിന്റെ ചുറ്റും ഹൈഡ്രജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ ഇവയുടെ ആറ്റങ്ങൾ വരുമ്പോൾ ഉണ്ടാവുന്നതാണ് ഹാലോ കാർബൺ കോമ്പൗണ്ട്സ് അല്ലെ. നമുക്ക് കാർബണിന് ചുറ്റും ഹൈഡ്രജന്റെയും ഫ്ലൂറിന്റെയും അതുപോലെ തന്നെ ക്ലോറിന്റെയും ആറ്റങ്ങൾ വരുന്ന ഗ്രൂപ്പാണ്. ഓക്കെ ആണോ? ഇനി കാർബണിന്റെ എത്ര ആറ്റം ഉണ്ടോ അതിന് ഞാൻ ആ നമ്പറിന് A എന്ന് കൊടുത്തു. കാർബണിന്റെ ഒരാറ്റാണെങ്കിൽ കാർബണിന്റെ അവിടെ 1 എന്ന് ഞാൻ കൊടുക്കാം. അതുപോലെ തന്നെ ഹൈഡ്രജന്റെ എത്ര ആറ്റാണോ അതിന് നമുക്ക് ഇവിടെ ആ എണ്ണത്തെ ഇവിടെ എഴുതാം അല്ലെ. അതുപോലെ ഫ്ലൂറിന് എത്ര എണ്ണം ഉണ്ടോ അത് നമുക്ക് ഇവിടെ എഴുതാം. അതുപോലെ ഫ്ലോറിന്റെ എണ്ണം നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഈ നെയിമിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എഴുതുക ഒരു ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറയുന്ന ഒരു ലെറ്റർ ആണ്. എന്നിട്ട് ഇവിടെ നമുക്ക് ഒരു 3 ഡിജിറ്റ് എഴുതാണ്ട്, ഒരു ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, തേർഡ് ഡിജിറ്റ് അല്ലെ. ഫസ്റ്റ് ഡിജിറ്റ് നമുക്ക് എങ്ങനെയാ കിട്ടുക, A-1. എങ്ങനെയാ? A-1. A നമ്മൾ എവിടെ എഴുതിയത്, കാർബണിന്റെ എത്ര ആറ്റം ഉണ്ടോ ആ എണ്ണത്തിൽ നിന്നും 1 മൈനസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ലെറ്റർ കിട്ടും. ഓക്കെ ആണോ? അതുപോലെ തന്നെ രണ്ടാമത്തെ ലെറ്റർ B+1 ആട്ടോ. B+1 ആണ്.
ഹൈഡ്രജന്റെ എത്ര ആറ്റം ഉണ്ടോ അതിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യും, രണ്ടാമത്തെ ലെറ്റർ കിട്ടും. ഇനി മൂന്നാമത് നമുക്ക് ഫ്ലൂറിന് എത്ര ആറ്റം ഉണ്ടോ അതേ എണ്ണം കണ്ടേ, സി കറക്റ്റ് ആയിട്ട് അതുപോലെ എഴുതില്ലേ ചെയ്യാം. ഫ്ലൂറിന് എത്ര ആറ്റം ഉണ്ടോ അത് അതുപോലെ ഇവിടെ എഴുതിയ മൂന്നാമത്തെ ലെറ്റർ കിട്ടും. പക്ഷെ നമ്മൾ കേട്ടിട്ടുള്ളത് R11, R12 അങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ ഇതിലെവിടെ മാഷെ ഈ മൂന്ന് ലെറ്റർ എവിടെയെന്ന് എല്ലാവരും കൺഫ്യൂഷൻ വരില്ലേ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ എഴുതേണ്ടത് R011 അല്ലെങ്കിൽ R011 അല്ലെങ്കിൽ R012 എന്നാ വരിക. നമുക്കറിയാലോ മാത്സില് 0 ഇവിടെ വരികയാണെങ്കിൽ അതിന് വാല്യൂ ഇല്ല, മറിച്ച് ഇവിടെ വരികയാണെങ്കിൽ വാല്യൂ ഉണ്ട് നമുക്കറിയാലോ. അതേ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. 0 മുമ്പ് വന്നു കഴിഞ്ഞാല് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല, അതിനെ എഴുതാറില്ല. എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, R011 നമ്മൾ എന്ത് വിളിക്കും, R11 എന്ന് വിളിക്കും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഇനി അത് എങ്ങനെ നൈമിങ് ജസ്റ്റ് ഒന്ന് 2-3 ഉദാഹരണം കൂടി ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിന് മനസ്സിലാവും. ഓക്കെ ആണോ? നോക്കിയാലോ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിലുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഈ കെമിക്കൽ റെഫ്രിജറന്റിന്റെ ഫോർമുല കാർബണിന്റെ എത്ര ആറ്റം ഉണ്ടോ ആ എണ്ണം A എന്ന് എഴുതാം. അതുപോലെ തന്നെ ഹൈഡ്രജന്റെ എത്ര ആറ്റം ഉണ്ടോ ആ എണ്ണത്തിന് നമുക്ക് എന്ത് ചെയ്യാം, B എന്ന് എഴുതാം. ഇനി മൂന്നാമത്തത് ഫ്ലൂറിന്റെ എത്ര ആറ്റം ഉണ്ടോ അതിന് നമുക്ക് C എന്ന് എഴുതാം. അതുപോലെ തന്നെ ക്ലോറിന്റെ എത്ര ആറ്റം ഉണ്ടോ അതിന് നമുക്ക് എന്ത് ചെയ്യാം, D എഴുതാം. എന്നിട്ട് ആ ഫോർമുല എങ്ങനെയായിരുന്നു, നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ R ഇടുക. ഫസ്റ്റ് എന്താണ്, A-1 ആണ്. രണ്ടാമത്തെ ലെറ്റർ B+1 ആണ്. മൂന്നാമത്തെ ലെറ്റർ C അതുപോലെ തന്നെ എഴുതുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഒരു കെമിക്കൽ ഫോർമുല നമുക്ക് പറയാം. ഫസ്റ്റ് നമുക്ക് ആദ്യം തന്നെ R11 തുടങ്ങാം. R11ന്റെ കെമിക്കൽ ഫോർമുല ട്രൈക്ലോറോ മോണോഫ്ലൂറോ മീഥൈൻ എന്നാണ്. എങ്ങനെ വരിക എന്ന് നമ്മൾ ആദ്യം പഠിച്ചു. ട്രൈക്ലോറോ എന്നല്ലേ. അപ്പൊ എത്ര ക്ലോറിനാറ്റം ഉണ്ട്, 3 ക്ലോറിനാറ്റം ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ മോണോഫ്ലൂറോ എത്ര ഫ്ലൂറിനാറ്റം ഉണ്ട്, 1 ഫ്ലൂറിനാറ്റം ഉണ്ട്. മീഥൈൻ അല്ലേ, അപ്പൊ കാർബണ് ചുറ്റും ടോട്ടല് 4 ആറ്റം ഉണ്ടാവുക. 4 ആറ്റം എന്ന് പറയുമ്പോൾ E1 + E3 സോറി കേട്ടോ. അപ്പൊ സി കാർബണിന്റെ കൂടെ ടോട്ടല് 1 + 3 4 ആറ്റം ഉണ്ട് അല്ലെ. ഇനി ഈ കെമിക്കൽ ഫോർമുലേനെ അല്ലെങ്കിൽ ഈ കോമ്പോസിറ്റിനെ ഇതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാം അല്ലെ. കമ്പയർ ചെയ്ത് കഴിഞ്ഞാല് CA കാർബണിന്റെ അവിടെ ഒരാറ്റം ഉണ്ട്. HB ഹൈഡ്രജൻ ഉണ്ടോ ഇതില്, ഹൈഡ്രജനെ നമുക്ക് കാണാനേ ഇല്ല അല്ലെ. അപ്പൊ H0 എന്ന് എഴുതി കൂടെ അല്ലെ. C1 H0 FC ഫ്ലൂറിന്റെ ഒരാറ്റാണുള്ളത് അല്ലെ. ഇനി ക്ലോറിന്റെ 3 ആറ്റങ്ങൾ അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഒന്ന് പടിഞ്ഞു വരുന്നവരാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ബാക്കി പിന്നെ നമുക്ക് ജസ്റ്റ് ടെക്നിക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആക്കി എഴുതാം. ഇനി നമ്മൾ നേരെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് എന്ത് ചെയ്യുക, ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ R എഴുതുക അല്ലെ. ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ R എഴുതുക. എന്നിട്ട് എന്താ ഫസ്റ്റ് എഴുതേണ്ടത്, എന്താ A-1 അല്ലേ. A-1 അല്ലേ. അപ്പോ A-1 ഇവിടെ എഴുതുക. എത്ര വരിക 1 അല്ലേ. 1 - 1 അല്ലേ. ഈ രണ്ടാമത്തെ ലെറ്റർ എന്താ വരിക, രണ്ടാമത്തെ ലെറ്റർ B+1 അല്ലേ. B എത്ര, ഹൈഡ്രജന്റെ അല്ലേ. അപ്പൊ ഇവിടെ 0 ആണല്ലേ. 0+1 അല്ലേ, ശരിയല്ലേ. ഇനി അപ്പൊ ഇവിടെ നമുക്ക് ഇക്വേഷൻ എഴുതാം. B+1 എഴുതാം. അടിയിലിട്ട് എന്ത് എഴുതുക, ബിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. 0+1 എഴുതുക. ഇനി ലാസ്റ്റ് ലെറ്റർ എന്താ, ലാസ്റ്റ് ലെറ്റർ ഇക്വേഷനിൽ എന്താ, ലാസ്റ്റ് C അല്ലേ. സി സിമ്പിൾ ആയിട്ട് അതിൽ പ്ലസും മൈനസ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് C എടുത്ത് എഴുതുക. C എന്ന് പറയുന്നത് ഒരിക്കലും മാറിപ്പോകരുത്, ഫ്ലൂറിന്റെ ആറ്റങ്ങളുടെ എണ്ണാണ്. ഏതാണ്, 1 ആണ് ഇവിടെ. അപ്പോ ഇവിടെ ജസ്റ്റ് 1 നിർത്തി എഴുതുക, 1 നിർത്തി എഴുതുക. ഇനി ഒന്നും കൂടി ഒന്ന് എഴുതി നോക്കൂ. 6 1 - 1 എത്ര, 0 അല്ലെ. 0+1 എത്ര, 0+1 എത്ര, 1. രണ്ടാമത്തെ ലെറ്റർ, ഫസ്റ്റ് ലെറ്റർ എഴുതി, രണ്ടാമത്തെ ലെറ്റർ എഴുതി, മൂന്നാമത്തെ ലെറ്റർ എത്ര, 1 അല്ലെ. അപ്പൊ എന്തായി നമുക്ക്
R011 എന്നായില്ലേ അല്ലെ? R011 എന്നായില്ലേ? അതിനെ നമുക്കറിയാം 0 മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണ്ട, അതിന്റെ വാല്യൂ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് R011 എന്നുള്ളതിനെ R11 എഴുതാം. ഓക്കെ ആണോ? അങ്ങനെയാണ് അതിന്റെ കെമിക്കൽ ഫോർമുല എഴുതുന്ന രൂപം. മനസ്സിലായോ? ഇനി ഇതിന്റെ റിവേഴ്സും ഉണ്ട്. റിവേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഈ മെത്തേഡ് ഒന്ന് പഠിച്ചിട്ട് നമുക്ക് റിവേഴ്സ് നോക്കാം. നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടി നോക്കാം. എക്സാമ്പിൾ 2 നോക്കാം. R11 അപ്പൊ നോക്കിയത്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡൈഫ്ലൂറോ മീഥൈൻ. എന്താണ്? ഡൈഫ്ലൂറോ മീഥൈൻ. ഓക്കെ ആണോ? ഡൈഫ്ലൂറോ മീഥൈൻ അല്ലെ? ഡൈക്ലോറോ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ക്ലോറിൻ ആറ്റം അല്ലെ? ഡൈഫ്ലൂറോ എന്ന് പറഞ്ഞാലോ രണ്ട് ഫ്ലൂറിൻ ആറ്റം അല്ലെ? മീഥൈൻ എന്ന് പറഞ്ഞാലോ കാർബണിന് ചുറ്റും ടോട്ടല് 4 ആറ്റം. കാർബണിന് ചുറ്റും ടോട്ടല് 4 ആറ്റം. അതില് രണ്ട് ക്ലോറിൻ ആറ്റവും രണ്ട് ഫ്ലൂറിൻ ആറ്റവും അല്ലെ? ഇതിന്റെ നെയിമിംഗ് ആണ് നമുക്ക് ഇനി അടുത്തത് നോക്കേണ്ടത്. നോക്കിയാലോ? ഫസ്റ്റ് നമ്മൾ എന്താ എഴുതണ്ട്? ഫസ്റ്റ് നമ്മൾ കെമിക്കൽ ഫോർമുല എഴുതണം അല്ലെ? നമുക്കറിയാം ഡൈഫ്ലൂറോ മീഥൈൻ അല്ലേ? അപ്പൊ എന്ത് എഴുതുക? കാർബൺ ആദ്യം എഴുതുക, എന്നിട്ട് എന്ത് എഴുതുക? ഡൈക്ലോറോ രണ്ട് ക്ലോറിൻ ആറ്റം, ഡൈഫ്ലൂറോ അല്ലെ? ടോട്ടൽ 4 ആകുമ്പോൾ നമുക്ക് മീഥൈൻ അല്ലെ? CCl2F2 കിട്ടിയോ? CCl2F2 അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് നമുക്ക് അറിയുന്ന ഇക്വേഷന്റെ രൂപത്തിൽ എഴുതണ്ടേ? നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താ, അല്ലെങ്കിൽ അറിയുന്ന കെമിക്കൽ ഫോർമുല എന്താ? CaH3. അടുത്തത് കാർബൺ എഴുതി, ഹൈഡ്രജൻ എഴുതി. നെക്സ്റ്റ് മൂന്നാമത് മാറിപ്പോകരുത്. മൂന്നാമത് എല്ലാവർക്കും മാറിപ്പോകും. കാരണം എന്താ? ഇവിടെ ആദ്യം വരുന്നത് ക്ലോറിൻ അല്ല. അപ്പൊ മൂന്നാമത് എല്ലാരും പോയിട്ട് എന്ത് എഴുതും? നമ്മള് ക്ലോറിൻ എഴുതും. പക്ഷെ മൂന്നാമത് എഴുതുന്നത് ഫ്ലോറിൻ ആണ്. ഇനി ലാസ്റ്റ് ആണ് എന്ത് എഴുതാറ്? ക്ലോറിൻ എഴുതാണ്. ഓക്കെ ആണോ? നമുക്കിനി ജസ്റ്റ് പെട്ടെന്ന് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കിയാലോ അല്ലെ? ആദ്യം എഴുതേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ R. ഇക്വേഷൻ എന്താണ്? A-1 B+1 C അല്ലേ? B+1 C. ഫസ്റ്റ് ലെറ്റർ, രണ്ടാമത്തെ ലെറ്റർ, മൂന്നാമത്തെ ലെറ്റർ അല്ലെ? R എഴുതി. എത്ര വരുന്നത്? A എന്ന് പറയുന്നത് കാർബണിന്റെ അല്ലെ? കാർബണിന്റെ എണ്ണ അല്ലേ? ഇവിടെ കാർബണിന്റെ എണ്ണ എത്രയാണ്? ഇവിടെ 1 അല്ലേ? അപ്പൊ കാർബണിന്റെ എണ്ണ 1 - 1. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ ലെറ്റർ എത്ര? B+1 അല്ലേ? B എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ആറ്റാണ്. ഇവിടെ ഹൈഡ്രജന്റെ എലമെന്റ് കാണുന്നേ അല്ല അല്ലേ? കാർബണിന്റെ 4 ചുറ്റിലും എന്താണ്? രണ്ട് ക്ലോറിൻ ആറ്റവും രണ്ട് ഫ്ലൂറിൻ ആറ്റവും. അവിടെ ഹൈഡ്രജന് കിട്ടാൻ സ്ഥാനമല്ല, ഇരിക്കാൻ സ്ഥാനമല്ല. അപ്പൊ ഹൈഡ്രജൻ എണ്ണം 0 ആണ്. അപ്പൊ 0+1. ഓക്കെ ആണോ? ഇനി ലാസ്റ്റ് ലെറ്റർ C അല്ലേ? C എന്ന് പറയുന്നത് ഏതാണ്? ഫ്ലൂറിന്റെ എണ്ണ അല്ലേ? ഇവിടെ ഫ്ലൂറിന്റെ എണ്ണം 2 ആണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ലെറ്റർ 2. ഓക്കെ ആണോ? ഇനി ഇതിനൊന്ന് എഴുതി കഴിഞ്ഞാൽ R എഴുതി. 1 - 1 എത്രയാ? 0 അല്ലേ? ഇനി രണ്ടാമത്തെ ലെറ്റർ 0+1 എത്രയാ? ഫസ്റ്റ് ലെറ്റർ എഴുതി. രണ്ടാമത്തെ ലെറ്റർ 0+1 എത്രയാ? 0+1 1 ആണ്. അടുത്ത ലെറ്റർ എന്താ? 2 ആണ്. ഓക്കെ ആണോ? R012. നമുക്കറിയാം 0 ആദ്യം വന്ന് എഴുതാൻ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് R12 എന്ന് എഴുതാം അല്ലെ? R11 പഠിച്ചു. R12 എന്ന് പറഞ്ഞ എന്താ? CCl2F2 അല്ലേ? എങ്ങനെ ഇപ്പൊ R12 കിട്ടിയത്? നമ്മൾ എങ്ങനെ എഴുതിയത്? നമ്മൾ സ്വയം എഴുതിയതാ അല്ലേ? നെക്സ്റ്റ് എക്സാമ്പിൾ കൂടി നമുക്ക് റിവേഴ്സ് മെത്തേഡ് നോക്കാം. റിവേഴ്സ് മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് R11 തന്നു. ഇത് ഏതാണ് സാധനം എന്ന് ചോദിക്കുക. ഇത് ഏത് റെഫ്രിജറന്റ്, ഇതിന്റെ കെമിക്കൽ നെയിം എന്ന് ചോദിക്കുക. അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ കൂടി നോക്കിയിട്ട് നമുക്ക് നോക്കിയാൽ പോരെ? കുഴപ്പമില്ല. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ മെത്തേഡ് നമുക്ക് തയ്യാറാക്കാം. ഓക്കെ ആണോ? അപ്പൊ ലാസ്റ്റ് എക്സാമ്പിൾ 3 നമുക്ക് R11 12 ഒക്കെ നോക്കിയില്ലേ? നമുക്ക് ഇനി കുറച്ച് ദൂരത്തുകൾ നോക്കാം. കുറച്ച് ദൂരത്തുകൾ ലാസ്റ്റ് നമുക്ക് പേര് പറയാം. ഓക്കെ ആണോ? ഞാൻ ആദ്യം കെമിക്കൽ ഫോർമുല പറഞ്ഞാലോ? ഒരു മിനിറ്റ്, സ്ക്രീൻ ഒന്ന് മാറ്റാം. കെമിക്കൽ ഫോർമുല ഡൈക്ലോറോ മോണോഫ്ലൂറോ മീഥൈൻ. എന്താ പറഞ്ഞേ? ഡൈക്ലോറോ മോണോഫ്ലൂറോ മീഥൈൻ. മീഥൈൻ എന്ന് പറയുമ്പോൾ കാർബണിന്റെ ചുറ്റും 4 ആറ്റം അല്ലെ?
കാർബണ് ചുറ്റും 4 ആറ്റം ഉള്ളതിന് നമ്മൾ മീഥേൻ എന്ന് വിളിക്കല്ലേ. ഇവിടെ 4 ആറ്റം അല്ലെ. ഇവിടെ നമുക്ക് എന്താ പറഞ്ഞെ, ഡൈക്ലോറോ എന്നാ പറഞ്ഞല്ലേ, 2 ക്ലോറിൻ ആറ്റം ഞാൻ എഴുതി. ഇനി എന്താ പറഞ്ഞേ, ഡൈഫ്ലൂറോ എന്നാണ് പറഞ്ഞത്. അല്ല, പറഞ്ഞത് എന്താണ്, മോണോഫ്ലൂറോ എന്നാ. അപ്പൊ ഒരു ഫ്ലൂറിനാറ്റം ഉള്ളൂ അല്ലേ. അപ്പോ ഒരു സ്പേസ് വേക്കന്റ് അല്ലേ. അപ്പൊ അവിടെ നമ്മൾ എന്ത് കയറിയിരുന്നു, ഹൈഡ്രജൻ കയറിയിരുന്നു അല്ലെ. ആദ്യം ഉണ്ടായിരുന്നത് കാർബണും 4 ഹൈഡ്രജനും ആണ് അല്ലെ. മീഥൈൻ ഗ്രൂപ്പാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫിറോൺ ഗ്രൂപ്പ് CF എന്നൊക്കെ നമുക്ക് വിളിക്കാം അല്ലെ. 4 ഹൈഡ്രജൻ ആറ്റാണ്. അതില് ഒരു ഹൈഡ്രജൻ ആറ്റിനെ ഒഴിവാക്കിയിട്ട് അവിടെ എന്ത് ചെയ്തു, ഒരു ക്ലോറിൻ ആറ്റം ഇരുന്നു. ഒരു ഹൈഡ്രജൻ ആറ്റിനെ ഒഴിവാക്കി അവിടെ വേറൊരു ക്ലോറിൻ ആറ്റം ഇരുന്നു. മൂന്നാമത്തെ ഹൈഡ്രജനെ ഒഴിവാക്കിയിട്ട് അവിടെ എന്ത് ചെയ്തു, ഫ്ലൂറിൻ കയറിയിരുന്നു. ഓക്കെയാണോ. അങ്ങനെയാണ് ഇങ്ങനെ ആയത്. അപ്പൊ ഒരു ഹൈഡ്രജൻ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. ഒരു ഫ്ലൂറിൻ ആറ്റവും 2 ക്ലോറിൻ ആറ്റവും കയറിയിരുന്നു. ഓക്കെയാണോ. അപ്പൊ കെമിക്കൽ പേര് കേട്ടിട്ട് എങ്ങനെയാണ് എഴുതുക മനസ്സിലായോ. കെമിക്കൽ ഫോർമുല എഴുതുക മനസ്സിലായോ. പേര് പറഞ്ഞത് എങ്ങനെയാണ്, പേരെങ്ങനെയാ പറഞ്ഞേ, മോണോഫ്ലൂറോ എന്നാ പറഞ്ഞല്ലേ അല്ലേ. അപ്പൊ ടോട്ടൽ 4 ആറ്റം വേണം, മനസ്സിലായോ. പറഞ്ഞത് ഇങ്ങനെയാണ്, ഡൈക്ലോറോ മോണോഫ്ലൂറോ മീഥൈൻ എന്നാ പറഞ്ഞല്ലേ. അപ്പൊ ഇവിടെ 2+1 ഒരു കാർബൺ ചുറ്റും 4 ആറ്റം വേണ്ടേ. ഇവിടെ 3 ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അഡീഷണൽ ആയിട്ടുള്ള ആള് ഹൈഡ്രജൻ ആണ്. അപ്പൊ ഹൈഡ്രജൻ കൂടി കൂട്ടിച്ചേർക്കുക. അപ്പൊ ഇങ്ങനെ ഫോർമുല എങ്ങനെ വരും, CHCl2 ക്ലോറിൻ 2 F അല്ലെ. CHCl2F, അതായത് മോണോഫ്ലൂറോ ഡൈക്ലോറോ, ഇത് രണ്ടും റെഡി അല്ലേ. അപ്പോ ഒന്നുകൂടി പറയാം, ഡൈക്ലോറോ മോണോഫ്ലൂറോ മീഥൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ആദ്യം അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു നോക്കുക. അവിടെ ഒരു സ്ഥലം വേക്കന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഹൈഡ്രജൻ തന്നെ ഉണ്ടാവും. അവിടെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും വന്നിട്ടില്ല അല്ലെ. നമുക്ക് ഇനി ഇക്വേഷൻ എഴുതുമ്പോ നമ്മൾ ഇക്വേഷൻ പഠിച്ചില്ലേ, എന്താ, CH, മൂന്നാമത് എഴുതേണ്ടത് ആരാണ്, F, നാലാമത് Cl അല്ലെ. ഇവിടെ എന്ത് വരും, A വരും, ഇവിടെ B വരും, ഇവിടെ C വരും, ഇവിടെ D വരും അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എഴുതി നോക്കാം. ഇവിടെ എഴുതി നോക്കാം. ആദ്യം നമുക്ക് എന്ത് എഴുതുക, ക്യാപിറ്റൽ ലെറ്റർ R എഴുതുക. എന്നിട്ട് ഫസ്റ്റ് വരുന്ന ലെറ്റർ എന്താ, -1 ആണ് അല്ലെ. A-1 എന്ന് പറയുമ്പോ എന്താ വരിക, R എഴുതി. A-1 എന്ന് പറയുമ്പോ എന്താ, കാർബണിന്റെ എണ്ണം അല്ലേ. കാർബൺ ഇവിടെ എത്ര, കാർബൺ കണ്ടോ, ഇവിടെ കാർബണിന്റെ എണ്ണം കണ്ടോ, ഇവിടെ 1 ആണ്, ഒരു കാർബൺ ആണ്. അപ്പോ 1 - 1 എഴുതി. ഓക്കെ ആണോ. രണ്ടാമത്തെ ലെറ്റർ ഇവിടെ എന്താ വരിക, B+1 അല്ലേ എടാ, B+1 ആ വരിക. ഓക്കെ ആണോ. B+1 വരും. B+1 വന്നു അല്ലെ. B എന്ന് പറയുന്നത് ആരാ, നമ്മുടെ ഹൈഡ്രജന്റെ എണ്ണാണ്. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട് അല്ലെ, ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പോ 1+1, ഇവിടെ ഹൈഡ്രജൻ ഉണ്ടാവുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഹൈഡ്രജന്റെ എണ്ണം എഴുതണം. ഇനി C എന്ന് പറയുന്നത് ആരാ, ഫ്ലൂറിന്റെ എണ്ണ കേട്ടോ, ക്ലോറിന്റെ അല്ല. ഈ Cയിലാണ് എല്ലാവർക്കും തെറ്റുപറ്റുക. C എന്ന് പറയുന്നത് ആരാ, ഫ്ലൂറിന്റെ എണ്ണാണ്, മാറിപ്പോകരുത് കേട്ടാ, ക്ലോറിന്റെ അല്ല. ഇവിടെ 2 ആണ്, ഇവിടെ ഫ്ലൂറിൻ ആകെ 1 ഉള്ളൂ. അപ്പൊ മാറിപ്പോയാൽ നമ്മുടെ നെയിമിങ് തെറ്റും. C എത്ര, ഇവിടെ 1 ആണ് അല്ലെ. ഇപ്പൊ 1 എന്ന് എഴുതി. ഇനി ഒന്ന് എഴുതി നോക്കൂ, 6, 1 - 1 എത്ര, 0. 1+1 എത്ര, ഫസ്റ്റ് ലെറ്റർ എഴുതി. സെക്കൻഡ് ലെറ്റർ എത്ര, 1+1 എത്ര, 2. തേർഡ് ലെറ്റർ എത്ര, 1. അപ്പൊ R021 വന്നു അല്ലെ. നമുക്കറിയാം 0 മുമ്പിൽ വന്ന് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ R21 വന്നു. അപ്പൊ R21 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡൈക്ലോറോ മോണോഫ്ലൂറോ മീഥൈൻ ആണ്. എങ്ങനെ മനസ്സിലായി, നമ്മൾ ഇക്വേഷൻ എഴുതി, അതിന്റെ ഫോം എഴുതി, ഇത് വരച്ചു നോക്കി അല്ലേ. സിമ്പിൾ അല്ലേ. ഇനി എക്സാമ്പിൾ നിങ്ങൾ 2-3 ചെയ്തു നോക്കൂ. എക്സാമ്പിൾ വേണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് നോക്കാം. വീഡിയോ ലെങ്ത് ആയി പോകുന്നുള്ളൂ. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. ഞാൻ വീഡിയോ ലെങ്ത് വേണ്ട എഴുതിയിട്ട് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, മോണോക്ലോറോ ഡൈഫ്ലൂറോ മീഥൈൻ. മീഥൈൻ അല്ലേ, കാർബൺ ചുറ്റും 4 ആറ്റം അല്ലേ വേണ്ട അല്ലെ. അതിൽ ഡൈഫ്ലൂറോ എന്നുണ്ട്. ഡൈഫ്ലൂറോ എന്ന് പറയുമ്പോൾ 2 ഫ്ലൂറിൻ ആറ്റം ഉണ്ട്. മോണോക്ലോറോ ഒരു ക്ലോറിൻ ആറ്റം ഉള്ളൂ. അപ്പൊ ഒരു കാർബൺ ചുറ്റും 4 സ്പേസ് ഇല്ലേ, അതിൽ ഒരു സ്പേസ് ഫ്രീ ആണ്. അവിടെ നമ്മൾ എന്ത് കയറിയിരിക്കും, ഹൈഡ്രജൻ കയറിയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫോർമുല എങ്ങനെ എഴുതാം, കാർബണ് ഒരു ഹൈഡ്രജന് അല്ലെ. ഇനി ക്ലോറിൻ 1 ഉള്ളൂ അല്ലെ, ഫ്ലൂറിൻ 2 ഉണ്ട് അല്ലെ. അപ്പൊ CHClF2
മോണോക്ലോറോ, ഒന്നുകൂടി നമുക്ക് ശരിയാണ് നോക്കാം, മോണോക്ലോറോ ഡൈഫ്ലൂറോ മീഥൈൻ. മീഥൈൻ എന്ന് പറയുമ്പോൾ ടോട്ടല് 4 ആറ്റം വേണം കാർബണിന്റെ കൂടെ. 1 1 2 1 + 1 2 2 + 2 4 അല്ലെ, ടോട്ടല് 4 ആറ്റായി അല്ലെ. ഓക്കെ ആണോ? ഇതിന്റെ നൈമിങ് എങ്ങനെ നോക്കുക? ഇതിന്റെ നൈമിങ് എങ്ങനെ നോക്കുക? ഇതിന്റെ നൈമിങ് എങ്ങനെ നോക്കുക? സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് വേഗത്തിൽ നോക്കാം. 6 എഴുതി അല്ലെ. ഫസ്റ്റ് A-1, A എന്ന് പറയുന്നത് കാർബണിന്റെ എണ്ണാണ്. അപ്പൊ കാർബൺ 1 ആണ്. 1 - 1 എത്ര? 0 ആണ്. ഓക്കെ ആണോ? രണ്ടാമത്തെ ലെറ്റർ ഏതാ? B+1 ആ. B എന്ന് പറയുന്നത് ഹൈഡ്രജൻ എണ്ണാണ്. ഹൈഡ്രജൻ എണ്ണം 1 ആണ്. ഇവിടെ 1 + 1 എത്ര? 2 അല്ലെ. ലാസ്റ്റ് C എന്ന് പറയുന്നത് ഏതിന്റെ? ഇവിടെ മാറിപ്പോയത്. C എന്ന് പറയുന്നത് ഏതിന്റെ ആണ്? ഫ്ലൂറിന്റെ എണ്ണാണ് അല്ലെ. ഫ്ലൂറിന്റെ എണ്ണാണ്. അപ്പോ 2 അല്ലെ. അപ്പൊ R022 0 ആദ്യം വരുമ്പോ നമ്മളത് എഴുതില്ല. അപ്പൊ R22 അല്ലെ. അപ്പൊ R22 എന്ന് പറയുന്നത് മോണോക്ലോറോ ഡൈഫ്ലൂറോ മീഥൈൻ എന്നാണ്. അപ്പോ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ അല്ലെ, ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ഫിറോൺ ഗ്രൂപ്പിന്റെ നെയിമിങ് ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു. ജസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ലാഗ് ആയി പോകും. 2-3 ഉദാഹരണം ചെയ്യണം എന്ന് കരുതി. ഇപ്പൊ തന്നെ 35 മിനിറ്റ് ആയി. നമുക്കിനി വേഗം ഇതിന്റെ റിവേഴ്സ് മെത്തേഡ് നോക്കാം കേട്ടോ. അല്ലെ, റിവേഴ്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഫോർമുല വരിക. കാർബൺ, ഹൈഡ്രജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ അല്ലെ. റിവേഴ്സ് മെത്തേഡ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ആറ്റങ്ങളുടെ എണ്ണം അറിയണ്ടേ. അപ്പൊ നമുക്ക് ഡി എന്തായാലും ആവശ്യമുണ്ട് അല്ലെ. നമ്മൾ ഡി ഇതുവരെ വല്ലാണ്ട് ഉപയോഗിച്ചിട്ടില്ല അല്ലെ. R011 അതിലൊക്കെ നമ്മൾ C-A-B-C ഈ 3 അക്ഷരം ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ റിവേഴ്സ് മെത്തേഡിൽ നമുക്ക് ഡി വളരെ അത്യന്താപേക്ഷിതമാണ്. ഓക്കെ ആണോ? അപ്പൊ ഡി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇത്. എന്താണ്? B+C+D = 2A+2. സിമ്പിൾ അല്ലേ. ബിയും സിയും ഡിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 2A കൂടെ 2 കൂട്ടിയതിനോട് തുല്യമാണ് അല്ലെ. ഇത് ഡി നമുക്ക് എന്ത് ചെയ്യാം? ഡി നേരെ കണ്ടുപിടിച്ചൂടെ? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ഡി നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ 1 അല്ലെ. നമുക്ക് R11ന്റെ കേസ് തന്നെ എടുക്കാം. R11ന്റെ കേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും. ഇത് ഏത് റെഫ്രിജറന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റിവേഴ്സ് മെത്തേഡ് വഴി കണ്ടുപിടിക്കാം അല്ലെ. R11 നമുക്ക് എന്ത് എഴുതിയാം? R011 എന്ന് എഴുതിക്കൂടെ അല്ലെ. ഇങ്ങനെ എഴുതിക്കൂടെ? തെറ്റൊന്നുമില്ലാലോ. അപ്പോ ഫസ്റ്റ് ലെറ്റർ, സെക്കൻഡ് ലെറ്റർ, തേർഡ് ലെറ്റർ. ഫസ്റ്റ് ലെറ്റർ, സെക്കൻഡ് ലെറ്റർ, തേർഡ് ലെറ്റർ. ഓക്കെ ആണോ? തേർഡ് ലെറ്റർ. ഇതിൽ നമുക്കറിയാം ഫസ്റ്റ് ലെറ്റർ എങ്ങനെയാ കിട്ടിയത്? A-1 ആണ് കിട്ടിയത് അല്ലെ. സെക്കൻഡ് ലെറ്റർ എങ്ങനെയാ കിട്ടിയത്? B+1 ആണ് അല്ലെ. തേർഡ് ലെറ്റർ എങ്ങനെ കിട്ടിയത്? ഒങ്ങനെ കിട്ടിയില്ല, ജസ്റ്റ് അത് എഴുതിയതേ ഉള്ളൂ അല്ലെ. തേർഡ് ലെറ്റർ എന്താണ്? =C എന്നല്ലേ. അപ്പൊ തേർഡ് ലെറ്റർ C തന്നെയാണ്. പക്ഷേ ഇവിടെ ഇക്വേഷനിൽ ഡി കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് ഡി കൂടി കണ്ടുപിടിക്കണം. എന്താ ഡി എങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷൻ നമ്മൾ പറഞ്ഞു അല്ലെ. B+C+D = 2A+2. അതിന് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? A കണ്ടുപിടിക്കണം, B കണ്ടുപിടിക്കണം, C കണ്ടുപിടിക്കണം വേണ്ടേ. അപ്പോ R11 R011 എന്ന് എഴുതി അല്ലെ. ഈ ഫസ്റ്റ് ലെറ്റർ 0 എന്ന് പറയുന്നത് A-1 ആണ് അല്ലെ. 0 = A-1 ആണ്. അപ്പൊ എയുടെ വാല്യൂ എന്ത് കിട്ടും? നമുക്ക് 1 കിട്ടൂലേ. 1 - 1 അല്ലേ 0. അപ്പൊ A = 1 എന്ന് കിട്ടിയല്ലേ. A എന്ന് പറയുന്നത് എന്താ? കാർബണിന്റെ എണ്ണാണ്. അപ്പൊ കാർബൺ = 1 എന്ന് ഞാൻ ഇവിടെ എഴുതി, ടോപ്പിൽ എഴുതി. ഇനി സെക്കൻഡ് ലെറ്റർ B+1 ആണ് അല്ലെ. 1. അപ്പൊ സെക്കൻഡ് ലെറ്റർ 1 ആണ്. = അതെങ്ങനെ കിട്ടിയത്? B+1 ആണ്. അതൊന്ന് B എന്ത് കിട്ടും? B എന്ത് കിട്ടും? B കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സമത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ B = 1 - 1 = 0 എന്ന് കിട്ടൂലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഹൈഡ്രജന്റെ അവിടെ എന്ത് ചെയ്യാ? 0 എഴുതുക അല്ലെ. C നമുക്ക് ഒന്നും കാട്ടേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് C തന്നെയാണ്. അപ്പൊ C = 1 ആണ് ഇവിടെ. അത് ഫ്ലൂറിന്റെ എണ്ണാണ്. ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 1 എഴുതി അല്ലെ. ലാസ്റ്റ് നമുക്ക് D കിട്ടണം. D കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ ആയിട്ട് ഈ ഇക്വേഷൻ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്ക് എന്താ? B നമ്മുടെ കയ്യിലുണ്ട്, C നമ്മുടെ കയ്യിലുണ്ട്, D നമ്മുടെ കയ്യിലുണ്ട്, A നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. സോറി, D നമ്മുടെ കയ്യിലില്ല, D ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ B+C+D = 2A+. നമുക്കത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. B എത്ര? B 0 അല്ലേ. 0 പ്ലസ് C എവിടെ? ഇവിടെ നോക്കുക. C = 1 ആണ്. C 1 ആണ്. ഇനി പ്ലസ് D എത്ര? D നമുക്ക് അറിയത്തില്ല, D ആണ് കണ്ടുപിടിക്കേണ്ടത്. = 2A. 2A എന്ന് പറയുമ്പോൾ A 1 ആണ്. 2A എന്ന് പറയുമ്പോൾ 2 × 1 അതാണ് 2A.
പ്ലസ് ടു എന്ന് പറയുന്നത് അല്ലെ. ഈക്വൽ ടു 0 പ്ലസ് 1 എത്രയാണ് 1 പ്ലസ് ഡി ഈക്വൽ ടു 2 ഇൻറ്റു 1 2 പ്ലസ് 2 ഇൻറ്റു 1 എത്ര വരിക 2 അല്ലേ, പ്ലസ് 2 പ്ലസ് 2 ഈക്വൽ ടു 4 വരും, 4 വരില്ലേ ഇല്ലേ. ഇനി ഈ ഡി എങ്ങനെ കണ്ടുപിടിക്കുക, ഈ 1 നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പൊ ഡി ഈക്വൽ ടു 4 മൈനസ് 1 ഈക്വൽ ടു ഡി ഈക്വൽ ടു 3 എന്ന് വരും. ഡി 3 എന്ന് കിട്ടി, ഡി 3 എന്ന് കിട്ടി. ഓക്കെ ആണോ? ആ ഡി നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്ലോറിന്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി ഈക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് കാർബൺ എന്ത് കിട്ടി, കാർബൺ ഒരു കാർബൺ. ഹൈഡ്രജൻ എന്ത് കിട്ടി, ഹൈഡ്രജൻ 0. അപ്പൊ ഹൈഡ്രജൻ അവിടെ എഴുതേണ്ട ആവശ്യമില്ല ഇല്ലല്ലോ. ഫ്ലൂറിന് എന്ത് കിട്ടി 1, ക്ലോറിന് എന്ത് കിട്ടി, ക്ലോറിന് എന്ത് കിട്ടി 3 കിട്ടി. അപ്പോ CCl3F ഇങ്ങനെ എഴുതിക്കൂടെ ഇതിനെ, എങ്ങനെ എഴുതാം, R11 ആയിരുന്നു. നമുക്ക് C1F1 Cl3 എന്നാ കിട്ടിയത് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ എഴുതാം, CClF എന്ന് എഴുതിയിട്ട് C1 Cl3 Cl3 F1 CCl3F എന്ന് എഴുതിക്കൂടെ. അപ്പൊ ഇനി ഇംഗ്ലീഷ് എങ്ങനെ വായിക്കാം, മോണോഫ്ലൂറോ ട്രൈക്ലോറോ, അല്ലെങ്കിൽ ഒന്നുകൂടി കറക്റ്റ് ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷിന്റെ ആ ടൂളിൽ വന്നു കഴിഞ്ഞാൽ ട്രൈക്ലോറോ എന്ന് പറഞ്ഞാൽ 3 ക്ലോറിൻ ആറ്റം, മോണോഫ്ലൂറോ 1 ഫ്ലൂറിൻ ആറ്റം, മീഥൈൻ ടോട്ടല് 3 + 1 4. അപ്പൊ ട്രൈക്ലോറോ മോണോഫ്ലൂറോ മീഥൈൻ എന്ന് പറയുന്ന ആളാണ് ആര്, R11. കിട്ടിയോ? നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു ഫോർമുല കൂടി ഇമ്പോർട്ടന്റ് ആട്ടോ. ഫസ്റ്റ് പഠിച്ച ഫോർമുലയുടെ കൂടെ ഈ ഒരു ഫോർമുല കൂടി ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ ഈക്വൽ ടു R ഏതാണ്ട് R11 നമ്മളെ കഴിഞ്ഞില്ലേ. ഇനി R12 ഉണ്ട്, R22 നോക്കാം. R22 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതണം, R22 ഈക്വൽ ടു R022 അല്ലേ. നമുക്കറിയാം ഫസ്റ്റ് ലെറ്റർ, സെക്കൻഡ് ലെറ്റർ, തേർഡ് ലെറ്റർ. ഫസ്റ്റ് ലെറ്റർ എന്താ A-1 ആണ് അല്ലെ. A-1 ഈക്വൽ ടു 0 അല്ലെ. അപ്പൊ എയുടെ വാല്യൂ 1 ആയാലല്ലേ ഇത് 0 ആവുള്ളൂ. 1 - 1 ഈക്വൽ ടു 0 അല്ലേ ആവുള്ളൂ. അപ്പൊ എയുടെ വാല്യൂ എന്ത് കിട്ടി, എയുടെ വാല്യൂ നമുക്ക് എയുടെ വാല്യൂ ഈക്വൽ ടു 1 കിട്ടി അല്ലെ. ഇനി രണ്ടാമത്തെ ലെറ്റർ B2 അല്ലെ. ബി എങ്ങനെ കിട്ടിയത്, ഈ രണ്ടാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ B+1 ആയിരുന്നു അല്ലെ. B+1 എന്താ ഇവിടെ 2 ആണ്. അപ്പൊ B എന്ത് കിട്ടും, 1 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ B ഈക്വൽ ടു 2 - 1 ഈക്വൽ ടു 1 കിട്ടി അല്ലെ. അപ്പൊ B ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 1 കിട്ടി. ഇനി C എന്ന് പറയുന്നത് എന്താ, മൂന്നാമത്തെ ലെറ്റർ അല്ലേ. എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇല്ല, അതുപോലെ എടുത്ത് എഴുതിയാ പോരെ. അപ്പോ C ഈക്വൽ ടു അതുപോലെ എടുത്ത് എഴുതി 2 അല്ലെ. അപ്പൊ നമുക്ക് A ഈക്വൽ ടു 0, B ഈക്വൽ ടു 1, C ഈക്വൽ ടു 2 കിട്ടി. D കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം ഈ ഫോർമുല സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി B + C + D ഈക്വൽ 2A + 2 അല്ലെ. ഓരോന്നും അതിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ, D അല്ലാതെ എല്ലാം നമുക്ക് വാല്യൂ ഇപ്പൊ അറിയാം അല്ലെ. ഓരോന്നിന്റെ സ്ഥാനത്ത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ B + C + D, B എത്ര കിട്ടുന്നത് 1, C എത്ര കിട്ടുന്നത് 2, D ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്ലസ് D ഈക്വൽ ടു 2A + 2. A എന്ന് പറയുന്നത് 0 ആണ്. 2 × 0 0 + 2 ഈക്വൽ 2 വരിക അല്ലെ. ഇനി 2 + 1 എത്ര 3 പ്ലസ് D ഈക്വൽ ടു 2 കിട്ടി അല്ലേ. അപ്പോ D ഈക്വൽ ടു എന്ത് കിട്ടും, 3 - 2 എന്ന് വരുമോ. ഇവിടെ നമ്മൾ എക്ക് 1 ആട്ടോ കൊടുക്കേണ്ടത്, കാരണം ഇവിടെ A 1 അല്ല കിട്ടിയത്, A ഈക്വൽ ടു 1 ആ കിട്ടിയത് ഇവിടെയാണ്. സോറി കേട്ടാ. അപ്പോ 1 + 2 + D ഈക്വൽ ടു 2A + 2 അല്ലേ. അപ്പൊ 2 × 0 നമ്മൾ ചെയ്തത് 2 × 1, കാരണം 1 എന്താ, എയുടെ വാല്യൂ 1 ആണ്. ഞാൻ നേരെ ഇതാ വായിച്ചത് കേട്ടോ, സോറി. അപ്പൊ 2 × 1 + 2 അല്ലെ. 2 × 1 + 2 ഈക്വൽ 4 ആ വരിക കേട്ടോ. അപ്പൊ നമുക്ക് ഇത് കൂടി വായിക്കേണ്ട ആവശ്യമുണ്ട്. എവിടെ നമുക്ക് ഞാൻ നോക്കിയെടുത്ത് മിസ്റ്റേക്ക് ആയതാണ്. A എന്താണ് 0 അല്ല അല്ലെ. A നേരെ ഇങ്ങോട്ട് എഴുതിയത്, അതാണ് ഞാൻ ആ 0 നേരെ ഇങ്ങോട്ട് എടുത്ത് എഴുതി, സോറി. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഈ കിട്ടിയ വാല്യൂ, ഈ 3 കിട്ടിയ വാല്യൂ നമുക്ക് നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. B എത്ര കിട്ടിയത്, B 1 ആ കിട്ടിയത്. C എത്ര കിട്ടിയത്, അതുപോലെ എടുത്ത് എഴുതി, ഇതുപോലെ എടുത്ത് എഴുതി. അപ്പോ 2 കിട്ടി. D നമുക്കറിയാം, D യെ കണ്ടുപിടിക്കേണ്ടത്. എയുടെ വാല്യൂ ഇവിടെയാണ് കിട്ടിയത്. A എന്ന് പറയുന്നത് എന്താ, ഈ ഫസ്റ്റ് ലെറ്റർ അല്ലേ.
ഇത് 0 ആവണമെങ്കിൽ എയുടെ വാല്യൂ 1 ആയേ തീരുള്ളൂ. അപ്പൊ 2 × 1 പ്ലസ് 2 ഇക്വേഷൻ സബ്മിറ്റ് ചെയ്തു. ഇനി 1 + 2 = 3 പ്ലസ് d = എന്ത് കിട്ടി? 2 × 1 2 കിട്ടി പ്ലസ് 2 അല്ലെ. അപ്പോ 3 പ്ലസ് d = 4 എന്ന് കിട്ടി. അപ്പൊ d = എന്ത് കിട്ടും? d = 4 - 3 = 1 കിട്ടി. അപ്പൊ d യുടെ വാല്യൂ കിട്ടി, എന്ത് കിട്ടി? 1 കിട്ടി. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ഇക്വേഷൻ എന്താണ്? CH പിന്നെ മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തെ ഫ്ലോറിനെ എഴുതാം. നമ്മൾ എഴുതുമ്പോൾ ലാസ്റ്റ് എഴുതുമ്പോൾ നോക്കിയാൽ മതി. CHCl എന്ന് എഴുതുക. അങ്ങനെ തന്നെ എഴുതി പോവാ. ഇനി മാറി പോകണ്ട. ഫസ്റ്റ് എ എന്താ? എ എന്ന് പറയുന്നത് 1, കാർബൺ 1. ബി എന്താ? ബി എന്ന് പറയുന്നത് ബിയും എന്താണ്? 1 തന്നെയാണ്. അപ്പോൾ ഹൈഡ്രജന്റെ ആവും. സി ആണ് നമ്മൾ നോക്കേണ്ടത്. സി എന്തിന്റെയാണ്? സി നമ്മുടെ ഏത് ആറ്റത്തിന്റെ ആണ്? ക്ലോറിൻ ആണോ ഫ്ലൂറിൻ ആണോ? സി എന്ന് പറയുന്നത് ഒരിക്കലും മാറിപ്പോകരുത്. ഏതിന്റെയാണ്? ഫ്ലൂറിന്റെ ആറ്റത്തിന്റെ എണ്ണമാണ്. ക്ലോറിൻ ആണ് ലാസ്റ്റ് വരിക. കളർ വേണമെങ്കിൽ മാറ്റാം. ഇവിടെ മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ക്ലോറിൻ എന്താണ്? ക്ലോറിൻ d = 1 ആണ്. അപ്പോ CHF2Cl അല്ലെ, ഇങ്ങനെ എഴുതി കൂടെ? ബാക്കിയെല്ലാം നമുക്കൊന്ന് വായിക്കാം അല്ലെ. കാർബൺ 1, ഹൈഡ്രജൻ 1, ക്ലോറിന് 1, F2 അല്ലെ, ഫ്ലോറിന് 2 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ തിരിച്ചെഴുതാം. കാർബൺ, ഹൈഡ്രജന്, ക്ലോറിൻ 1 അല്ലെ, ഫ്ലൂറിൻ മാത്രം 1. അപ്പൊ നമുക്ക് വായിക്കുമ്പോ എങ്ങനെ വായിക്കാം? മോണോക്ലോറോ. ആദ്യം വായിക്കുന്നത് ക്ലോറിന്റെ എണ്ണാണ്. അപ്പൊ മോണോക്ലോറോ, അടുത്തത് ഫ്ലൂറിന്റെ എണ്ണാണ്. ഡൈഫ്ലൂറോ മീഥൈൻ അല്ലെ. ടോട്ടൽ 4 ലാറ്റല്ലേ? 1 + 1 + 2 1 + 1 + 2 4 വരും. കാർബണിന് ചുറ്റും 4 ആറ്റം ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മീഥൈൻ എന്ന് വിളിക്കാം. അപ്പൊ CHClF2 അതാണ് R22. ഇനി കെമിക്കൽ ഫോർമുല എങ്ങനെ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതുക? സോറി, മോണോക്ലോറോ ഡൈഫ്ലൂറോ മീഥൈൻ. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് റിവേഴ്സ് മെത്തേഡും നൈമിങ്ങും നമ്മുടെ ഫസ്റ്റ് കേസ് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് തൊട്ടടുത്ത ഗ്രൂപ്പ് നമ്മൾ കഴിഞ്ഞ സൈഡിലായിട്ട് ഹാലോ കാർബണിന്റെ R11 അല്ലെങ്കിൽ ഫിറോൺ ഗ്രൂപ്പ് അല്ലെങ്കിൽ CFC ഇവയുടെ നെയിമിങ് പഠിച്ചു അല്ലെ. അതിന്റെ ഉൾട്ടാ മെത്തേഡ് അല്ലെങ്കിൽ റിവേഴ്സ് മെത്തേഡും പഠിച്ചു. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഹൈഡ്രോ കാർബൺ ആണ്. ഇതിന്റെ നെയിമിങ് ഏകദേശം ഹാലോ കാർബണിനോട് സിമിലർ ആണ്. ബട്ട് there is an exceptional cases. 2 എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഒന്ന് R600 അതുപോലെ തന്നെ ഒന്ന് R600A. ഇവ രണ്ടും അല്ലാതെ ബാക്കി ഹൈഡ്രോ കാർബൺ എലമെന്റിന്റെ നെയിമിങ് ഹാലോ കാർബണിനോട് സിമിലർ ആണ്. ഇത് രണ്ടും എക്സെപ്ഷണൽ കേസ് ആണ്. ഓക്കെ ആണോ? നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പൊ ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഹൈഡ്രോ കാർബൺ തുടങ്ങാം. ഹൈഡ്രോ കാർബൺ എലമെന്റ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാ? ഈഥൈന്, പ്രൊപ്പൈന്, ബ്യൂട്ടൈന്, ഐസോബ്യൂട്ടൈൻ എന്നൊക്കെ കേട്ടില്ലേ? ഇതിൽ ബ്യൂട്ടൈനും ഐസോബ്യൂട്ടൈനും ആണ് എക്സെപ്ഷണൽ കേസുകൾ. ബ്യൂട്ടൈനും ഐസോബ്യൂട്ടൈനുമാണ് എക്സെപ്ഷൻ കേസ്. R600 എന്നുള്ളതിന് ബ്യൂട്ടൈന്റെയും R600A ഐസോബ്യൂട്ടൈന്റെയും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. R600 എന്ന് പറയുന്നത് ബ്യൂട്ടൈൻ ആണ്. R600A എന്ന് പറയുന്നത് ഐസോബ്യൂട്ടൈൻ ആണ്. ഇനി ബാക്കി മീഥൈന്, ഈഥൈന്, പ്രൊപ്പൈന് ഇതിന്റെ എല്ലാം നെയിമിങ് നമുക്ക് ഇപ്പൊ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ആദ്യമായിട്ട് നോക്കാം. അപ്പൊ ഹൈഡ്രോ കാർബൺ എലമെന്റിൽ വരുന്നത് ആരൊക്കെയാണ്? ഒന്ന് മീഥൈന്, ഈഥൈന്, പ്രൊപ്പൈന്, പിന്നെ ബ്യൂട്ടൈനും ഐസോബ്യൂട്ടൈനും. അത് ഒരു എക്സെപ്ഷണൽ കേസാണ് അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആരനെ എടുക്കണ്ട്? ഫസ്റ്റ് മീഥൈൻ. അതിന് തന്നെ തുടങ്ങാം. ആകെ കുറച്ചല്ലേ ഉള്ളൂ. എല്ലാം നമുക്ക് നോക്കാം. ഫസ്റ്റ് മീഥൈൻ അല്ലെ. ആദ്യം നമ്മൾ നോക്കേണ്ടത് മീഥൈന്റെ നെയിമിംഗ് ആണ് അല്ലെ. കെമിക്കൽ ഫോർമുല മീഥൈന്റെ എന്താണ്? നാം പറഞ്ഞു, കാർബണ് ചുറ്റും 4 ഹൈഡ്രജൻ ആറ്റമുള്ള ആ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കും മീഥൈൻ എന്ന് വിളിക്കും. എടുത്ത് ചെറിയൊരു ക്ലിയർ കമ്മിണ്ടേ, ജസ്റ്റ് ക്ലിയർ ആക്കി എഴുതിയിട്ടുണ്ട്. കാർബണിന് ചുറ്റും 4 ഹൈഡ്രജൻ ആറ്റങ്ങളുള്ളത് നമ്മൾ വിളിക്കും മീഥൈൻ എന്ന് വിളിക്കും. നെയിമിംഗ് എങ്ങനെ അറിയാലോ? ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ഇടുക. ഇനി ഹാലോ കാർബണിന്റെ നമ്മൾ എങ്ങനെ ചെയ്ത്? A-1 ഫസ്റ്റ് ലെറ്റർ, രണ്ടാമത്തെ ലെറ്റർ B+1, മൂന്നാമത്തെ ലെറ്റർ C അല്ലേ. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ R എഴുതുക. A എന്തിനായിരുന്നു സൂചിപ്പിച്ചിരുന്നത്? A മറന്നുപോയോ?
എന്തായിരുന്നു സൂചിപ്പിച്ചത്? CaHb. സിയുടെ നമുക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ? അത് ഫ്ലൂറിന്റെ ആണ്. ലാസ്റ്റ് ആണ് Cl വരിക. അതാണ് ക്ലോറിൻ അല്ലെ? ഡി ക്ലോറിന്റെ ആറ്റാണ്. അപ്പൊ കാർബണിന്റെ ആറ്റം A അല്ലെ? 6 ഇവിടെ എഴുതി. ഇവിടെ കാർബൺ എത്ര ഉണ്ട്? ഈ CH4 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഈ കാർബണും 4 ഹൈഡ്രജനും ഇങ്ങനെ എഴുതിക്കൂടെ? ഇവിടെ എഴുതാവേ. ഇവിടെ എഴുതാം. CH4 എന്ന് എഴുതിക്കൂടെ അല്ലെ? അപ്പൊ കാർബൺ A എത്ര 1 അല്ലേ? അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ R എഴുതി. കാർബൺ ഒരു ആറ്റല്ലേ? 1 - 1 = 0 അല്ലേ? 0 അല്ലേ? ഇനി ബി എന്ന് പറയുന്നത് ഹൈഡ്രജൻ എണ്ണല്ലേ? ബി എത്ര ഇവിടെ? 4 ഹൈഡ്രജൻ ആറ്റല്ലേ? 1 2 3 4 അല്ലേ? ബി പ്ലസ് 1 എത്ര? 4 + 1 എത്ര? 5 അല്ലേ? 4 + 1 എത്ര? 5. സിയോ? സി എന്താ ഉള്ളത്? സിയുടെ ഒരാളെ അവിടെ കാണാനില്ല. അപ്പൊ ബ്ലാങ്ക് ആയിടാൻ പാടില്ല. നമ്മൾ പറഞ്ഞു അവസാനം അല്ലെ? ഈ സൈഡില് 0 വരികയാണെങ്കിൽ അതിന് നല്ല വാല്യൂ ഉണ്ട് അല്ലെ? അപ്പൊ 0 ഒരിക്കലും സ്കിപ്പ് ചെയ്യരുതല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? R050. നമുക്കറിയാം ഈ 0ക്ക് വലിയ വാല്യൂ ഇല്ല അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താ? R50 എന്ന് എഴുതാം അല്ലെ? അപ്പൊ R15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മീഥൈന്റെ നോമൻക്ലേച്ചർ ആണ് അല്ലെ? ഈ നോമൻക്ലേച്ചർ എന്തിനു വേണ്ടിയിട്ടാ? എല്ലാ രാജ്യത്തും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാ. ഓക്കെ ആണോ? മീഥൈന് കഴിഞ്ഞ് നെക്സ്റ്റ് മീഥൈൻ കഴിഞ്ഞു. ഈഥൈൻ ആവുമ്പോൾ എന്ത് ചെയ്യും? അവിടെ രണ്ട് കാർബൺ ആറ്റം ഉണ്ടാവും. ഈഥൈന്റെ കെമിക്കൽ ഫോർമുല C2H6 ആണ് അല്ലെ? C2H6. ഇന്ന് നമ്മൾ എങ്ങനെ നെയിമിങ് തന്നെ ചെയ്യാം? ക്യാപിറ്റൽ ലെറ്റർ R എഴുതുക. A-1. A എന്ന് പറയുന്നത് എന്താ? കാർബണിന്റെ ആറ്റല്ലേ? ഇവിടുത്തെ ആറ്റല്ലേ? A എന്ന് പറയുന്നത് എന്താ? ആ ഫോർമുല മറന്നുകൂടെങ്കിൽ ഒന്നുകൂടി എഴുതുക. എന്ത് എഴുതുക? CaHb. സി എന്തിന്റെ ആയിരുന്നു? CF-ന്റെ ആയിരുന്നു. ക്ലോറിന്റെ D ആയിരുന്നു. ഓക്കെ ആണോ? അപ്പോ R എഴുതി. A-1 അല്ലേ? A-1 എന്ന് പറയുമ്പോൾ കാർബണിന്റെ 2 അല്ലേ? 2 - 1 ഫസ്റ്റ് ലെറ്റർ കഴിഞ്ഞു. രണ്ടാമത്തെ ലെറ്റർ എത്ര? B+1 ആട്ടോ. രണ്ടാമത്തെ ലെറ്റർ B+1 ആണ്. അപ്പൊ B എന്ന് പറയുന്നത് എത്ര? ഹൈഡ്രജന്റെ അല്ലേ? 6 അല്ലേ? അപ്പൊ 6 + 1. മൂന്നാമത്തെ ലെറ്റർ എത്ര? C അല്ലേ? C. ഇവിടെ വാല്യൂ ഫ്ലൂറിന്റെ ആറ്റം എന്തെങ്കിലും കാണാനുണ്ടോ? ഇല്ലാലോ. ഫ്ലൂറിന്റെ ആറ്റം ഒന്നും കാണാനില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? 0 തന്നെ എഴുതണം അല്ലെ? അപ്പൊ 6 2 - 1 എത്ര? ഇത് എത്ര? 2 - 1 എത്ര? 1. 6 + 1 എത്ര? 7. 0 ഈ സൈഡിലാണെങ്കിൽ വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് വിളിക്കും? R170. അപ്പൊ R170 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈഥൈൻ. ഓക്കെ ആണോ? ഈഥൈൻ. അപ്പൊ ഈഥൈന്റെ നെയിമിങ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മളെ C3H8. C3 കാർബണിന്റെ 3 ആറ്റം ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? പ്രൊപ്പൈൻ എന്ന് വിളിക്കാം കേട്ടോ. പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ ഈഥൈൻ എന്ന് പറയുമ്പോൾ കാർബൺ 2 ആറ്റാണ്. മീഥൈൻ എന്ന് പറയുമ്പോൾ CH4, ഈഥൈൻ എന്ന് പറയുമ്പോൾ C2H6, C3H8 എന്ന് പറയുമ്പോൾ പ്രൊപ്പൈൻ എന്ന് വരും. ഇതെങ്ങനെ കെമിക്കൽ ഫോർമുല എഴുതുക? ജസ്റ്റ് ഒന്ന് എഴുതി നോക്കൂ. R എഴുതുക. A-1. A എന്ന് പറയുന്നത് 3 ആണ്. 3 - 1 എത്ര? 2 അല്ലേ? ഇനി H8 ആണ്. അപ്പൊ B എത്ര? B6 ആണ്. അപ്പൊ പക്ഷെ രണ്ടാമത്തെ ലെറ്റർ വെറും B അല്ല, B+1 അല്ലേ? അപ്പൊ 8 + 1 എത്ര? 9. സിയുടെ എലമെന്റ് എന്തെങ്കിലും ഉണ്ടോ അവിടെ? സിയുടെ എലമെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യണം? 0 എഴുതണം. അപ്പൊ R29 എന്തായി? പ്രൊപ്പൈൻ. കണ്ടോ? R29 എന്തായി? പ്രൊപ്പൈൻ. അപ്പൊ നമ്മൾ 3 പഠിച്ചു. പിന്നെ അഡീഷൻ ഉള്ളത് എക്സെപ്ഷണൽ കേസ് ഏതാ? R600 ഉം R600A-യും. 600 എന്ന് പറഞ്ഞാൽ ബ്യൂട്ടൈനും 600A എന്ന് പറഞ്ഞാൽ ഐസോബ്യൂട്ടൈനും. ഇത് രണ്ടുമാണ് എക്സെപ്ഷണൽ കേസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഇത് എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ഈ രണ്ടെണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. R600 ഉം R600A-യും. നമുക്കിനി റിവേഴ്സ് മെത്തേഡ് നോക്കാം അല്ലെ? റിവേഴ്സ് മെത്തേഡ്. ഫസ്റ്റ് R50. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. അങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് നിങ്ങളോട് ചോദിച്ചു, ഇത് ഏത് റെഫ്രിജറന്റ് ആണെന്ന് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് 2 ഐഡിയ ഉപയോഗിക്കാം. ഒന്നെങ്കിൽ ഇതിന്റെ എല്ലാ പേരും, ഇതിന്റെ എല്ലാ കെമിക്കൽ ഫോർമുലയും, ഇതിന്റെ എല്ലാം നെയിമിങ്ങും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കാണാപാഠം അല്ലെങ്കിൽ തലച്ചോറിൽ ബുദ്ധിമുട്ടിയിട്ട് നമുക്ക് പഠിച്ചു വെക്കാം. അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലെ ആ മെത്തേഡ്, എങ്ങനെയാണ് നെയിമിങ് കൊടുക്കാനുള്ള ആ മെത്തേഡ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം?
അതിലും ഈസി ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എക്സാം എഴുതാം. അപ്പൊ R50 കിട്ടിക്കഴിഞ്ഞാൽ ഏത് റെഫ്രിജറന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഹാലോ കാർബണിന്റെ കേസിലും ഹൈഡ്രോ കാർബണിന്റെ കേസിലും നെയിമിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അതിന് 3 ഡിജിറ്റ് ഉണ്ടാവും അല്ലെ, ഇങ്ങനെ 3 ഡിജിറ്റ് ഉണ്ടാവും. അപ്പോ ഒരു ലെറ്ററും ഒരു R എന്ന് പറയുന്ന റെഫ്രിജറന്റ് ആണെന്ന് സൂചിപ്പിക്കുന്ന ലെറ്റർ ആയ ആറും പിന്നെ 3 ഡിജിറ്റും ഉണ്ടാവും അല്ലെ. ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് A-1, രണ്ടാമത്തെ ഡിജിറ്റ് B+1, മൂന്നാമത്തെ ഡിജിറ്റ് C. അപ്പൊ നമ്മൾ R50 അല്ലെങ്കിൽ R11 എന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അതിനെ മാറ്റി എഴുതണം, R050 എന്ന് മാറ്റി എഴുതണം അല്ലെ. ഇനി A+B+C അല്ലെ, ഇതറിയാം, A-1 ആണെന്നറിയാം, B+ ആണെന്നറിയാം, C ആണെന്നറിയാം അല്ലെ. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അറിയാവുന്ന ഇക്വേഷനിൽ നേരെ റിവേഴ്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അതിലെത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട് എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ ആണോ, നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഇതില് A-1 എത്ര, ഫസ്റ്റ് ലെറ്റർ അല്ലേ, A-1 0 ഈക്വൽ ടു A-1 അല്ലെ, ഫസ്റ്റ് ലെറ്റർ ഇതല്ലേ A-1. അപ്പോ ഇവിടെ 0 ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും 1 വരണ്ടേ അല്ലെ, 1 - 1 അല്ലേ 0 അല്ലെ. അപ്പൊ എയുടെ വാല്യൂ എന്ത് കിട്ടി, എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, A=1 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ലെറ്റർ B+1 ആ, 5 ഈക്വൽ ടു B+1 അല്ലെ. ബിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും, 5 - 1 എന്ത് കിട്ടും, 4 കിട്ടും. B=4. C എന്താ, C എവിടെയുള്ള അതേ സാധനം എടുത്തത് ഈക്വൽ ടു 0. D നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാലോ, D നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. D എന്ത് ചെയ്യാ കണ്ടുപിടിക്കാം, എങ്ങനെ D കണ്ടുപിടിക്കാനുള്ള ഫോർമുല A2A + 2 ഈക്വൽ ടു എങ്ങനെയാണ് B+C+D അല്ലെ. ഇതൊന്ന് D കിട്ടൂലേ അല്ലെ, നമുക്കൊന്ന് ജസ്റ്റ് ഇട്ട് നോക്കാം. ഇവിടെ D കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോ 2A 2 × A എന്ന് പറയുന്നത് 1 അല്ലേ, 2 × 1 എത്ര, 1 + 2 അല്ലെ ഈക്വൽ ടു B എത്ര, B 4, 4 + C 0 ആണ് പ്ലസ് D അല്ലെ. അപ്പൊ 4 ഈക്വൽ ടു 4 + D അല്ലെ. അപ്പൊ 4 ഇവിടെ ഉള്ളതല്ലേ, അപ്പൊ D യുടെ വാല്യൂ എന്താ വരിക, D ഈക്വൽ ടു 4 - 4 ഈക്വൽ ടു 0 അല്ലേ വരിക. അപ്പൊ D ഈക്വൽ ടു 0. അതാണ് ഞാൻ പറഞ്ഞത് D കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് മനസ്സിലായത് D കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എന്ന്, നമുക്കറിയാം കാർബണിന്റെ കൂടെ ഇവിടെ 4 ആറ്റം ആൾറെഡി പ്രസന്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ അറിയില്ല എന്ന് കരുതിക്കോ, ഇതിപ്പോ കാർബണിന്റെ കൂടെ 4 ആറ്റം എന്ന് പറയുന്നത് 4 ഹൈഡ്രജൻ ആറ്റം അല്ലേ, B എന്ന് പറയുന്നത് ഹൈഡ്രജൻ അല്ലേ. അതങ്ങനെ അറിയാം, അതാ നമ്മൾ ഇവിടെ ആദ്യം എഴുതിയത് അല്ലെ, CaHBFCCl D അല്ലെ. അപ്പോ B എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ എണ്ണാണ്, C എന്ന് പറയുന്നത് കാർബണിന്റെ എണ്ണ. അപ്പൊ ഇവിടെ നമുക്ക് അറിയാം എന്താണ്, ഈ 4 ആറ്റവും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് എന്ന് അറിയാം അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, D കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടുത്തെ ഫോർമുല എന്താ, CH4. അതായത് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ, മീഥൈൻ ആണ്. നമുക്ക് വേറെ എക്സാമ്പിൾ കൂടി വേണമെങ്കിൽ നോക്കാം അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് R170 അല്ലെ, 3 ലെറ്റർ ഉണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് ലെറ്റർ A അല്ലേ, A-1 എത്ര, 1 ആണ്. ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് A അല്ല, സോറി, ഫസ്റ്റ് ലെറ്റർ A അല്ല, A-1 ആണ്. അപ്പൊ A-1 എത്ര, 1 ആണ്. അപ്പൊ എയുടെ വാല്യൂ എന്തായിരിക്കും, 2 ആവില്ലേ, എയുടെ വാല്യൂ 2 ആവുമോ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. A = 2 അല്ലെ, 2 - 1 എത്ര, 1 അല്ലേ. അപ്പൊ എയുടെ വാല്യൂ 2 ആണ്. B+1 എത്ര, രണ്ടാമത്തെ ലെറ്റർ 7. അപ്പൊ B യുടെ വാല്യൂ 6 ആവില്ലേ. A = 6. ഇനി C എന്താ, അതുപോലെ എടുത്തത് C = 0 അല്ലെ, C = 0. എന്ത് ചെയ്യാ, ഈ 3 വാല്യൂ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ എന്ത് ചെയ്യാ, D യുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് D കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2A + 2 = B+C+D. 2A എന്ന് പറയുന്നത് എന്താ, 2 അല്ലേ. 2A എന്ന് പറഞ്ഞാൽ 2 × 2 4, 4 + 2 എത്ര, 6 ഈക്വൽ ടു B+C+D. B എത്ര, 6 + C 0 ആണ്. അപ്പോ 6 + D അല്ലെ. ഇവിടെ 6 ഉം 6 അല്ലേ. അപ്പൊ D ഈക്വൽ എന്തായിട്ടും, D = 6 - 6 എന്തായിട്ടും 0 കിട്ടൂലേ. അപ്പൊ ഇവിടെ എന്തായി, A2 B6, സിയുടെയും ഡിയുടെയും വാല്യൂ എന്താണ്, 0 ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം A എന്ന് പറയുന്നത് എന്താ, CaHB. ഇനി എഴുതേണ്ട ആവശ്യമില്ലല്ലോ, FC എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ജസ്റ്റ് C എന്ന് പറയുന്നത്, കാർബൺ എന്ന് പറയുന്നത് 2ഉം ഹൈഡ്രജൻ എന്ന് പറയുന്നത് 6ഉം ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, C2H6 അല്ലെ.
ഇതിന്റെ പേരാണ് നമ്മൾ രണ്ടാമത് പഠിച്ചത്. R170 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈഥൈൻ എന്ന് പഠിച്ചത്. ക്ലിയർ ആയില്ല? ഓക്കെ അല്ലേ? നിങ്ങൾ ഇനി എന്ത് ചെയ്യാം, പ്രൊപ്പൈൻ്റെ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുക. ഇപ്പൊ തന്നെ 1 മണിക്കൂറായി. നമുക്ക് ഇനിയും സ്ലൈഡുകൾ ഒരുപാടുണ്ട്. നെക്സ്റ്റ് ബ്യൂട്ടൈൻ, ഐസോബ്യൂട്ടൈന് ആർ എക്സെപ്ഷൻസ് ഞാൻ പറഞ്ഞു. R600ഉം R600 എയും ഇത് നമ്മൾ ഒന്ന് ജസ്റ്റ് മനപ്പാടാക്കുക തന്നെ വേണം. നെക്സ്റ്റ് ആണ് ഇനോർഗാനിക് കോമ്പൗണ്ട് അല്ലെ. സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് നാച്ചുറൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഇവ. എയർ, അമോണിയ, വാട്ടർ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇനോർഗാനിക് കോമ്പൗണ്ട് റെഫ്രിജറന്റിലാണ് ഉൾപ്പെടുത്തുക. ഇവ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന റെഫ്രിജറന്റ് സബ്സ്റ്റൻസസ് ആണ് ഈ ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. നമ്മൾ ഹൈഡ്രോ കാർബണും ഹാലോ കാർബണും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്. പക്ഷെ സ്റ്റിൽ ഇപ്പോഴും ഇവ ഉപയോഗിച്ചിരുന്നുണ്ട് അല്ലെ. നമ്മൾ വിമാനത്തിലൊക്കെ ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റ് റെഫ്രിജറേഷനിലൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് അറിയാലോ. അതുപോലെ തന്നെ ഐസ് റെഫ്രിജറേഷൻ ഒക്കെ. അപ്പോ ഇനോർഗാനിക് കോമ്പൗണ്ടിന് നെയിമിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ R700 സീരീസ് അല്ലെ. അതിന്റെ ബേസിക് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R700 ആണ്. പ്ലസ് ഏത് റെഫ്രിജറന്റ് ആണോ അതിന്റെ മോളിക്കുലർ മാസ് കൂട്ടിയാൽ എന്ത് ചെയ്യും, അതിന്റെ നെയിം കിട്ടും അല്ലെ. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, R717 എന്നുള്ളൊരു ഇതുണ്ട്. ഇതിന്റെ റിവേഴ്സും രണ്ടും ഒരുമിച്ച് പഠിച്ചു പോവാം. R717 എന്ന് പറഞ്ഞാൽ 17 ആണ് ഇതിന്റെ മോളിക്കുലർ മാസ് അല്ലെ. 17 ഇതിന്റെ വരിക. അമോണിയയുടെ നോക്കി നോക്കൂ, NH3 നോക്കി നോക്കൂ അല്ലെ. ഹൈഡ്രജൻ 3 ഉണ്ട്. ഹൈഡ്രജന്റെ 1 × 3 ഇതിന്റെ 14 പ്ലസ് 3 17 കണ്ടോ. 17 ആണ് ഇതിന്റെ മോളിക്കുലർ മാസ്. ഈ 17ന്റെ കൂടെ ഈ 700 കൂട്ടിക്കഴിഞ്ഞാൽ 700 പ്ലസ് 17 ആണ് 717 അല്ലെ. അപ്പൊ R717 എന്ന് പറഞ്ഞാൽ ഏതാണ്, അമോണിയ ആണ് അല്ലെ. ഇനി നമുക്ക് CO2ന്റെ എന്താ വരിക, CO2ന്റെ എന്താ വരിക, CO2 അല്ലെ. ഒരു കാർബൺ ആറ്റവും 2 ഓക്സിജൻ ആറ്റവും അല്ലെ. അപ്പൊ കാർബണിന്റെയും ഓക്സിജന്റെ 2 ആറ്റങ്ങളുടെയും കൂടി മോളിക്കുലർ വെയിറ്റ് കൂട്ടിയാൽ മതി അല്ലെ. അതുകൊണ്ട് എന്ത് ചെയ്യുക, R700 ഈ 700 പ്ലസ് ചെയ്താൽ പോരെ. അപ്പൊ R700 പ്ലസ് കാർബണിന്റെ 12 ആണ് വരിക. അതുപോലെ ഓക്സിജൻ 16 ആണ് അല്ലെ. 16 × 2 ഓക്സിജൻ ആറ്റം അല്ലേ. 16 × 2 32. 32ഉം 12ഉം R700 പ്ലസ് 12 32 44 അല്ലെ. അപ്പൊ R744 ആണ് എന്തിന്റെ, കാർബൺ ഡയോക്സൈഡിന്റെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വാട്ടറിന്റെ നോക്കി നോക്കാം. വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല എന്താ, H2O അല്ലെ. 2 ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്, പിന്നെ 1 ഓക്സിജൻ ആറ്റവും ഉണ്ട് അല്ലെ. അതേ നെയിമിംഗ് അപ്പോൾ എന്താ ചെയ്യുക, R എഴുതുക 700 എഴുതുക പ്ലസ് എന്ത് ചെയ്യുക, അതിന്റെ മോളിക്കുലർ വെയിറ്റ് എഴുതുക. ഓക്കെ ആണോ, മോളിക്കുലർ മാസ് എഴുതുക. H2ന്റെ ഹൈഡ്രജന്റെ 2 അല്ലേ. അപ്പൊ 2 × 1 പ്ലസ് ഓക്സിജൻ ഒരാറ്റല്ലേ ഉള്ളൂ. അപ്പോ 16 അല്ലെ, ഓക്സിജന്റെ 16. അപ്പൊ എന്ത് വരും, R700 പ്ലസ് 2 × 1 2 16. അപ്പൊ 700 പ്ലസ് 18. അപ്പോ R718 ആണ്. R718 ആണ് ഇതിന്റെ നമ്മുടെ വാട്ടറിന്റെ നെയിമിങ് അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയാനുള്ള ആ കോഡ്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സൾഫർ ഡയോക്സൈഡ് എടുക്കുക, SO2 എടുക്കുക. SO2ന്റെ കേസിൽ SO2 എന്ത് എഴുതുക, R700 പ്ലസ് അല്ലെ. എന്താണ്, 1 സൾഫറിന്റെ ആറ്റവും 2 ഓക്സിജന്റെ ആറ്റവും. അപ്പൊ 2 × 16 പ്ലസ് പിന്നെ സൾഫറിന്റെ 32 ആണ്, 32. അപ്പോ എന്ത് വരും, R700 പ്ലസ് 2 × 16 32 64 അല്ലെ. അപ്പോ R764 ആണ് എന്ത് വരിക, സൾഫറിന്റെ നെയിമിംഗ് വരിക. നെക്സ്റ്റ് എയറിന്റെ കേസിൽ നമ്മൾ ഒരുപാട് മറ്റേ ഗ്യാസസ് ചേർന്ന ലെയർ അല്ലെ. നൈട്രജൻ, ഓക്സിജൻ, പിന്നെ ഹൈഡ്രജൻ. ബൈ വെയിറ്റും ബൈ വോളിയം വ്യത്യാസമുണ്ട്. ചില ഗ്യാസിന് വെയിറ്റ് കൂടും പക്ഷെ വോളിയം കുറവായിരിക്കും. അപ്പൊ നമ്മൾ എയറിന്റെ കേസിൽ അതിന്റെ മോളിക്കുലർ വെയിറ്റ് എന്ത് 29 നിന്ന് അസ്യൂം ചെയ്യൂട്ടോ, അസ്യൂം ചെയ്യാണ്. അപ്പൊ
700 പ്ലസ് അതിന്റെ മോളിക്കുലർ മാസായ 29 കൂട്ടിക്കഴിഞ്ഞാൽ 29. അപ്പൊ R729 ആണ് ഇതിന്റെ കേസ്, എയറിന്റെ കേസ്. അപ്പൊ നമ്മള് അമോണിയ പറഞ്ഞു, അമോണിയയുടെ കെമിക്കൽ ഫോർമുല NH3 ആണ്. അതിന്റെ R700 പിന്നെ അതിന്റെ മോളിക്കുലർ മാസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ R717 കിട്ടും. ഇനി R718 സോറി R718 ഏതിന്റെയാണ്? വാട്ടറിന്റെ ആണ് അല്ലെ. ഇനി R729 ഇതിന്റെ നമ്മൾ എയറിന്റെ അതൊക്കെ പറഞ്ഞോളൂ അല്ലെ. എയറിന്റെ അസുഖം ചെയ്യാണ് നമ്മൾ ചെയ്യുക. അതിൽ കൂടുതലുള്ളത് നൈട്രജൻ ഉണ്ട്, പിന്നെ ഓക്സിജൻ ആണ് അധികം ഉള്ളത്. നമ്മൾ കെയിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി CO2ന്റെ R744 അതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡ് ആണെങ്കിൽ 32 + 2 × 16 764 എന്തിന്റെ വരും? സൾഫർ ഡയോക്സൈഡിന്റെ വരും അല്ലെ. ഇൻഓർഗാനിക് കോമ്പൗണ്ട് സിമ്പിൾ ആണ്. എന്താണ്? R700 സീരീസ് ആണ്. അതിന്റെ കൂടെ തന്നെ മോളിക്കുലർ മാസ് കൂട്ടാന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയ മതി. ഇനി ഓക്കെ, ഇത് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞു. അമോണിയ എന്താ? അമോണിയ R717, വാട്ടർ 718, കാർബൺ ഡയോക്സൈഡ് ആകുമ്പോ 744, എയർ ആകുമ്പോ 729, സൾഫർ ഡയോക്സൈഡ് ആകുമ്പോ 732 + 2 × 16 764 വരും അല്ലെ. നോമൻക്ലേച്ചർ എന്ത് ചെയ്യാം? നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് കള്ളി വരക്കുമ്പോൾ ഉദ്ദേശിച്ചത് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതുപോലെ കൂട്ടിയിടാനായിരുന്നു. ഞാൻ ഈ സ്ലൈഡിന്റെ കാര്യം ജസ്റ്റ് മറന്നുപോയി. അപ്പൊ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് അല്ലെ. എത്തിലീൻ, പ്രൊപ്പൈലീൻ, അതുപോലെ തന്നെ ഡൈക്ലോറോ എത്തിലീൻ, ട്രൈക്ലോറോ എത്തിലീൻ, 4-5 എലമെന്റ്സ് ഉണ്ട്. നമ്മൾ ഹൈഡ്രോ കാർബൺ പഠിച്ചില്ലേ, അതിൽ തന്നെ വരുന്ന വേറൊരു ടീമാണ് അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്. സോറി, എത്തിലീൻ എന്ന് പറയുമ്പോൾ C2H4 വരിക അല്ലെ. C2H6 എന്തായിരുന്നു? ഈഥൈൻ ആയിരുന്നു അല്ലെ. C2H6 ഈഥൈൻ ആയിരുന്നു. ഇവിടെ C2H4 വരിക. ഇവിടെ ഇതിന്റെ നെയിമിങ് നമ്മൾ പഠിച്ചു. ഹാലോ കാർബണും ഹൈഡ്രോ കാർബണും നെയിമിങ് എന്താ വരിക? R എഴുതുക അല്ലെ. എന്നിട്ട് ഫസ്റ്റ് ഡിജിറ്റ് A-1 എഴുതുക, സെക്കൻഡ് ഡിജിറ്റ് B+1 എഴുതുക, തേർഡ് ഡിജിറ്റ് C എഴുതുക. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം? ഒരു 1 ഇവയുടെ മുന്നിൽ ഇട്ട് കൊടുക്കണം അല്ലെ. ഒരു 1 ഇവയുടെ മുന്നിൽ ഇട്ട് കൊടുക്കണം. അപ്പൊ ടോട്ടൽ എത്ര ഡിജിറ്റ് ഉണ്ട് ഇവിടെ? 6, ഒരു ലെറ്റർ, പിന്നെ ഫസ്റ്റ് A1 എന്ന് പറയുന്നത് ഒരു ഡിജിറ്റ്, A-1 സെക്കൻഡ് ഡിജിറ്റ്, ഇത് തേർഡ്, ഇത് ഫോർത്ത് അല്ലെ. അപ്പൊ 4 അക്ഷരം ഉണ്ടാവും. 6 കഴിഞ്ഞിട്ട് 4 ലെറ്റർ ഉണ്ടാവും അല്ലെ. ഇനി ഇൻഓർഗാനിക് സിമ്പിൾ ആണ്. 6 എഴുതുക, 700 എഴുതുക, നമ്മുടെ അതിന്റെ മാസ് എഴുതുക. ഓക്കെ ആണോ? ഇനി ഇത് നമുക്ക് നോക്കാം. ഇവിടെ തുടങ്ങാം. അപ്പോ എന്താ? ഇതറിയില്ലേ? CaHbFcCld എന്നറിയില്ലേ? FcCld അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നേരെ ലെറ്ററിലേക്ക് പോവാം. 6 ഈ ഇക്വേഷൻ പഠിക്കണം കേട്ടോ. 6 എഴുതണം, ബാക്കി അതേമാതിരി തന്നെ. അപ്പൊ 1 എഴുതുക, ഈ 1 മറക്കരുത്, 1 എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാം? എന്നിട്ട് A-1 അടുത്ത ഡിജിറ്റ് A-1 ആ. 2 - 1 എത്ര? ഇങ്ങനെ എഴുതണമെങ്കിൽ എഴുതിക്കോളി. 2 - 1. അതുപോലെ തന്നെ മൂന്നാമത്തെ B+1 ആ. B 4 അല്ലേ. 4 + 1. C എന്താ? C ഇവിടെ ഇല്ല. C ഇല്ലെങ്കിൽ 0 ഇടുക തന്നെ വേണം. അപ്പൊ എന്തായി? 6 1 ഇവിടെ എഴുതുക, 2 - 1 1 എഴുതുക. നെക്സ്റ്റ് B+1 4+1 എത്ര? 5 എഴുതുക. 0 ഇവിടെ ഉണ്ടാകുമ്പോൾ വാല്യൂ ഉണ്ട്. അപ്പൊ R1150 ആണ് ഇതിന്റെ എത്തിലീന്റെ നമ്മുടെ നെയിമിങ്. ഓക്കെ ആണോ? ഇതിന്റെ റിവേഴ്സ് എങ്ങനെ നോക്കുക? റിവേഴ്സ് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും തരിക. എന്താണ് അല്ലെങ്കിൽ ഏതാണ് R1150 റെഫ്രിജറന്റ് അല്ലെ. നമ്മൾ എന്താ ചെയ്യുക? നമ്മള് ഇതേ ഇക്വേഷൻ എടുക്കുക. പിന്നെ നമ്മൾ ആദ്യം D കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടല്ലേ. ഇവിടെയും D കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയൊരു മാറ്റമുണ്ട് അല്ലെ. ഈ ഇക്വേഷനിൽ മാറ്റുള്ള മാറ്റത്തിന് Dയിലും ചെറിയൊരു മാറ്റം ഉണ്ട്. എന്താ മാറ്റം? എന്താണ്? നമ്മൾ പഠിച്ചു B+C+D = ഹൈഡ്രോ കാർബന്റെ ഹാലോ കാർബന്റെ കേസിൽ നമ്മൾ പഠിച്ചു 2A+2 എന്ന് പഠിച്ചില്ലേ. പക്ഷെ ഇവിടെ എന്താ? ചെറിയൊരു മാറ്റമുള്ള എന്തേ ഉള്ളൂ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യില്ല? 2 ഉണ്ടാവത്തില്ല. ഓക്കെ ആണോ? അപ്പൊ ഫസ്റ്റ് B+C+D = 2A. അപ്പൊ നമുക്ക് അറിയാം ഇവിടെ 4 ഡിജിറ്റ് ഉണ്ട്, ഫസ്റ്റ് ലെറ്റർ ഉണ്ട്. ഈ ഡിജിറ്റ് വെറുതെ ഇട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലെ. ഇതാണ് A-1. ഈ രണ്ടാമത്തെ ഡിജിറ്റ് എന്താണ്? A-1. ഇത് B+1, ഇത് C അല്ലെ. അപ്പൊ A-1 ഇട്ട് കൊടുക്കുക. A-1 = 1 അല്ലേ. അപ്പൊ A = എന്ത് വരും? 2 വരുമോ അല്ലെ. 1 - 1 1 അല്ലെ. അപ്പൊ എയുടെ വാല്യൂ എന്തേ വരുള്ളൂ? എയുടെ വാല്യൂ 2 വന്നാലേ ഇവിടെ 1 വരുള്ളൂ. അപ്പൊ A 2 വരും. ഇനി B+1 5 ആണ്. B+1 5 ആണ്. അപ്പൊ B = 4 വരും. അപ്പൊ A =
2 കിട്ടി, A equal 2 കിട്ടി, B equal to 4 കിട്ടി. നമ്മൾ കണ്ടുപിടിച്ച മാതിരി തന്നെ A equal to A എന്ത് കിട്ടി 2 കിട്ടി, B equal to 4 കിട്ടി, C equal to 0 അല്ലെ, C 0 കിട്ടി. D എന്ത് ചെയ്യാ, D കാണാൻ എന്ത് ചെയ്യാ, ഇത് 3 എന്ത് ചെയ്യാ, ഇതിൽ ഇക്വേറ്റ് ചെയ്യാം. B യുടെ വാല്യൂ 4 പ്ലസ് C ഇല്ല, അപ്പൊ 0, 4 പ്ലസ് D, D equal to 2 into A, 2 into A എന്ന് പറയുമ്പോൾ 2 into 2 4, അപ്പൊ 4 4 അല്ലേ, അപ്പൊ എന്ത് ചെയ്യും, D യുടെ വാല്യൂ എന്തായി 0 ആയി മാറിയില്ലേ, അപ്പൊ D എന്താണ് 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, സേഫ് ആയിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. D യുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് ക്ലിയർ ഇല്ല, അതിൽ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവാം. D ഇവിടെ 0 ആണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, A2 നമുക്കിന്നറിയാം CA HB FC CLD അല്ലെ, ഇവിടെ C യും D യും 0 ആണ്, അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ആവശ്യമില്ല. CA HB, CA എന്താ 2, HB എന്താ, B എന്താ, HB എന്ന് പറയുന്നത് B equal to 4 അല്ലേ, B equal to 4 അല്ലേ, അപ്പൊ C2H4 നമുക്ക് ഉത്തരം കിട്ടി. C2H4 ആണ് ഇതിന്റെ കെമിക്കൽ ഫോർമുല. C2H4 നമ്മൾ എന്ത് വിളിക്കും, എഥിലീൻ എന്ന് വിളിക്കും അല്ലെ, C2H4 എഥിലീൻ എന്ന് വിളിക്കും. മനസ്സിലായോ? ഇനി നമുക്ക് വേറൊരു ജസ്റ്റ് ഒരു നെയിമിംഗ് കൂടി നോക്കാം. ഇതിൽ തന്നെ നെക്സ്റ്റ് വരുന്നത്, ഒരു മിനിറ്റ് അതൊന്ന് വായിക്കാം. ഇനി നെക്സ്റ്റ് C2HCl3 അല്ലെ, എന്താ ട്രൈക്ലോറോ എഥിലീൻ അല്ലെ, കാർബണിന്റെ കൂടെ 2 കാർബണിന്റെ കൂടെ. ഇനി ഇവിടെ 4 ഹൈഡ്രജൻ ആയിരുന്നു വേണ്ടിയിരുന്നത്, അതില് 3 എണ്ണം ആര് കൈയടക്കി, ക്ലോറിൻ കൈയടക്കി. അപ്പൊ അതിന്റെ പേരെന്തായി മാറി, ട്രൈക്ലോറോ എഥിലീൻ. ഓക്കെ ആണോ? നെയിമിങ് നമ്മൾ എന്താ നോക്കുക, ക്യാപിറ്റൽ ലെറ്റർ R എഴുതുക, ഫസ്റ്റ് ലെറ്റർ 1 എഴുതുക, A-1 2 - 1 എത്ര 1 എഴുതുക, B+1 B എത്ര ഹൈഡ്രജന്റെ 1 1 + 1 എത്ര 1 + 1 1 + 1 2 എഴുതുക. ഇനി C ഫ്ലൂറിന്റെ ആറ്റാണ്, C ഇവിടെ ഇല്ല, അപ്പൊ 0 എഴുതുക. അപ്പൊ R1120 ആണ് എന്തിന്റെ ട്രൈക്ലോറോ എഥിലീന്റെ നെയിമിങ് അല്ലെ. ഇനി റിവേഴ്സ് മെത്തേഡ് നോക്കുകയാണെങ്കിലോ, ഫസ്റ്റ് എന്ത് ചെയ്യാം, A + 2A equal to 2A equal to B + C + D, B + C + D, B + C + D അല്ലെ. ഫസ്റ്റ് ലെറ്റർ ഇവിടെ വെറുതെ എഴുതിയതാണ്, അതിന്റെ ആവശ്യം നമുക്കില്ല. ഇനി ഇതെന്താ, ഇത് A-1 ആണ്, ഇത് B+1 ആണ് അല്ലെ. അപ്പൊ A-1 equal to 1 ആണ്, അപ്പൊ A എന്ത് വരും, 2 വരും അല്ലെ. 2 into 2 equal to B എന്താണ്, ഇത് B+1 ആണ് അല്ലെ, B+1 ആണ് 2, അപ്പൊ B എന്താ വരിക, 1 ആ വരിക. 1 + C 0 ആണ് അല്ലെ, C ഇവിടെ 0 അല്ലെ, അപ്പൊ C equal to 0 plus D ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 2 into 2 4 equal to 1 plus D അല്ലെ, അപ്പൊ D equal to 4 - 1 equal to 3 എന്ന് വരും, equal to 1 equal to 3 എന്ന് വരും അല്ലെ. അപ്പോ ഇവിടെ D എന്ന് പറയുന്നത് 3 ആണ്, അതായത് ക്ലോറിനാറ്റം 3 ഉണ്ട്, അതേ സാധനം കണ്ടോ, ക്ലോറിനാറ്റം 3 ഉണ്ട്. അപ്പൊ നമുക്ക് റിവേഴ്സ് മെത്തേഡും ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ട്രൈക്ലോറോ എഥിലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ പറഞ്ഞത് ഇതുപോലെ തന്നെ ഡൈക്ലോറോ എഥിലീനും വരും കേട്ടോ. നമ്മൾ റിവേഴ്സ് മെത്തേഡ് നോക്കിയതാണ്. ഇനി നെക്സ്റ്റ് സ്ലൈഡ് പോവാം. റെഫ്രിജറന്റിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. നമുക്ക് റെഫ്രിജറന്റിന്റെ പ്രോപ്പർട്ടീസിനെ മെയിൻ ആയിട്ട് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ്, പിന്നെ ഫിസിക്കൽ, അതുപോലെ തന്നെ കെമിക്കൽ, അതുപോലെ തന്നെ ഇതിലൊന്നും പെടാത്ത ബാക്കിയുള്ള പ്രോപ്പർട്ടീസ്. തെർമോഡൈനാമിക്, ഫിസിക്കൽ, കെമിക്കൽ, അതർ പ്രോപ്പർട്ടീസ് അല്ലെ. കെമിക്കൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കെമിക്കലിൽ പറയാം. ഫിസിക്കൽ സ്റ്റേറ്റിൽ വരുന്ന കാര്യങ്ങൾ അത് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ പറയാം. ചിലപ്പം ഇതിലും ഒരുപോലെ കാര്യങ്ങൾ കാണാം അല്ലെ. നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. നമുക്ക് ആദ്യം ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, റെഫ്രിജറന്റിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കണം, ഇനേർട്ട് ആയിരിക്കണം. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിക്കാം. കൊറോസീവ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കരുത്, ലൈക്ക് കൊറോഷൻ റെസിസ്റ്റന്റ് ആയിരിക്കണം. കാരണം ഒരിക്കലും ഈ റെഫ്രിജറന്റ് കൊറോഷനെ പ്രൊമോട്ട് ചെയ്യരുത്. ഇത് നമ്മളൊരു ഫ്രിഡ്ജ് AC ഒക്കെ വാങ്ങുമ്പോൾ മിനിമം 10-20 കൊല്ലത്തൊക്കെ ഉപയോഗിക്കാനാണ് വേണ്ടത്. അപ്പൊ അതിൻ്റെ ഉള്ളിലൂടെ ഈ ഇവാപ്പറേറ്ററിന്റെയും കണ്ടൻസറിന്റെയും കുഴലിൻ്റെ ഉള്ളിലൂടെ ഈ റെഫ്രിജറന്റ് പാസ് ചെയ്യുമ്പോൾ അത് കുറേശ്ശെ ആസിഡുകളൊക്കെ ആവും. ഫ്രിയോണൊക്കെ ആണെങ്കിൽ ഫോമിക് ആസിഡ്, ഫോർമാൽഡിഹൈഡ് ഒക്കെ രൂപപ്പെട്ടിട്ട് കാലാന്തരം രൂപപ്പെട്ടിട്ട് ഇങ്ങനെ കൊറോഷന് കാരണമാകും. അമോണിയയുടെ കേസിൽ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും,
അതിൽ നമ്മൾ കോപ്പർ ഉപയോഗിക്കത്തില്ല. അതിൽ നമ്മൾ സ്റ്റീൽ പൈപ്പാണ് ഉപയോഗിക്കുക. സ്റ്റീൽ പൈപ്പാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഫെറോണിന്റെ കേസിലും ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇതിൽ ഏതിനാണ് കൊറോഷൻ വരിക, ഏത് പൈപ്പാണ് ഉപയോഗിക്കുക, അമോണിയയുടെ കേസിലും ഫെറോണിന്റെ കേസിലും കേട്ടോ. നെക്സ്റ്റ് വിസ്കോസിറ്റി ലോ ആയിരിക്കണം. അതുപോലെ തെർമൽ കണ്ടക്ടിവിറ്റി ഹൈ ആയിരിക്കണം. വേണ്ടേ? കാരണം എന്തുകൊണ്ടാ, ഇതും ഫിസിക്കൽ പ്രോപ്പർട്ടീസിലും വരും, തെർമൽ പ്രോപ്പർട്ടീസിലും വരും കേട്ടോ. തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസും വരും. തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഹീറ്റിനെ പെട്ടെന്ന് എടുക്കുകയും വേണം, പെട്ടെന്ന് കൊടുക്കുകയും വേണം അല്ലേ. ഇവാപ്പറേറ്ററിലാകുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്യണം, പെട്ടെന്ന് ഹീറ്റ് എടുത്തിട്ട് ആള് ഇവാപ്പറേറ്റ് ആയി മാറണം. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് വളരെ ഹൈ ആയിരിക്കണം. ഇനി ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. ലീക്കേജ് ടെൻഡൻസി ലീക്കേജ് ടെൻഡൻസി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ കഴിയണം. പിന്നെ കോസ്റ്റ് വളരെ ചീപ്പായിരിക്കണം, ചീപ്പ് കോസ്റ്റ് ആയിരിക്കണം. ഇനി ഡൈ ഇലക്ട്രിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ മെറ്റീരിയലിൻ്റെ ഉള്ളിലും കാണാണ്. മെറ്റീരിയൽസ് ദാറ്റ് ആർ കേപ്പബിൾ ഓഫ് ഇംപെൻഡിങ് ഇലക്ട്രോൺ മൂവ്മെന്റ് റിസൾട്ടിങ് ഇൻ പോളറൈസേഷൻ വിത്തിൻ ദി മെറ്റീരിയൽ ഓൺ എക്സ്പോഷർ ടു ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അതാണ് ഡൈ ഇലക്ട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അത് ഓരോ റെഫ്രിജറന്റിനും ഇത്ര 30 അങ്ങനെ ഓരോ വാല്യൂസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. ഡൈഇലക്ട്രിക് സെൻസർ മെറ്റീരിയൽസ് കോമൺ ആയിട്ട് കാപ്പബിൾ ഓഫ് ഇലക്ട്രോൺ മൂവ്മെന്റിന് കാപ്പബിൾ ആണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഈ കപ്പാസിറ്റി റിസൾട്ടിങ് ഇൻ പോളറൈസേഷൻ, എപ്പോഴാ പോളറൈസേഷൻ ആവുക, ടു വെൻ എക്സ്പോഷർ ടു ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലെ. മെറ്റീരിയൽസ് ആർ കാപ്പബിൾ ഓഫ് ഇലക്ട്രോൺ മൂവ്മെന്റ് റിസൾട്ടിങ് ഇൻ പോളറൈസേഷൻ within the material on exposure to an external electric field. ഒരു external electric ഫീൽഡിലേക്ക് എക്സ്പോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ മെറ്റീരിയലിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും, പോളറൈസേഷൻ നടക്കും. അതാണ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കേണ്ടത് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നത് ഏതൊക്കെയാണെന്നാണ്. കോസ്റ്റ് ഒക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലാണ് വരിക എന്ന് പറഞ്ഞാൽ അവർ കൊടുത്തിട്ടുള്ളത്. ലീക്കേജ് ടെൻഡൻസി, ഡൈഇലക്ട്രിക്, തെർമൽ കണ്ടക്ടിവിറ്റി, തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിലും വരും കേട്ടോ. വിസ്കോസിറ്റി ലോ ആയിരിക്കണം. വിസ്കോസിറ്റി ലോ ഈ 2 പോയിന്റ് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയി നോക്കുക. തെർമൽ കണ്ടക്ടിവിറ്റി, വിസ്കോസിറ്റി ലോ ആയിരിക്കണം. അതുപോലെ തന്നെ കൊറോസീവ് പ്രോപ്പർട്ടീസും ഇമ്പോർട്ടൻ്റ് ആയി നോക്കുക. ഇതെന്നാണ് ചോദ്യം വരിക. നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മുടെ റെഫ്രിജറന്റുകൾക്കെല്ലാം ഓരോ ഗുണങ്ങളുണ്ട് അല്ലേ, അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ റെഫ്രിജറന്റ് തിരഞ്ഞെടുക്കുമ്പോൾ മാക്സിമം ഗുണങ്ങളും മിനിമം ദോഷങ്ങളാണ് നോക്കുക. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്ന ഒന്നാണ് ഫ്ലാമബിലിറ്റി അല്ലേ. അത് ഹൈലി ഫ്ലാമബിൾ ആയാൽ നമുക്ക് ടെമ്പറേച്ചർ കൂടുമ്പോഴേക്ക് അതായത് കത്തിപ്പിടിക്കില്ലേ, അതുകൊണ്ട് ഇൻഫ്ലാമബിൾ ആയിരിക്കണം. അതുപോലെ ടോക്സിറ്റി വളരെ വളരെ കുറവായിരിക്കണം. സൊല്യൂബിലിറ്റി ഓഫ് വാട്ടറിൽ സൊല്യൂബിലിറ്റി ഉള്ള ആ പ്രോപ്പർട്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ, റെഫ്രിജറേഷൻ സിസ്റ്റത്തിലൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള പ്രോപ്പർട്ടി. കാരണം അതിൽ അബ്സോർബൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിൽ ചിലപ്പോൾ വാട്ടർ ഉണ്ടാവില്ല. വാട്ടർ അബ്സോർബൻ്റ് ആയി ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ എന്ത് ചെയ്യണം, സൊല്യൂബിലിറ്റി അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടിയാണ്. പിന്നെ മിസിബിലിറ്റി, അതുപോലെ തന്നെ ഇഫക്റ്റ് ഓൺ പെരിഷബിൾ മെറ്റീരിയൽസ്. മിസിബിലിറ്റി പറഞ്ഞാൽ നമ്മൾ ഓയിൽ, കംപ്രസറിൽ ഓയിൽ ഉപയോഗിക്കൂലേ, ആ ഓയിൽ ലൂബ്രിക്കേഷൻ പോയിന്റിൽ പിസ്റ്റന്റെ ഇടയിലൂടെ പോയിട്ട് എല്ലായിടത്തും ലൂബ്രിക്കേറ്റ് ആവാൻ എന്ത് ചെയ്യും, ഈ റെഫ്രിജറന്റുമായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ഇടപഴകണം അല്ലെ. അത് രണ്ടും കൂടി ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കൂടി ചേർന്നിട്ട് പിന്നെ ഡ്രയർ ഫിൽറ്ററിൽ എത്തിയിട്ടാണ്, അല്ലെങ്കിൽ ഓയിൽ ഫിൽറ്ററിൽ എത്തിയിട്ടാണ് ഇത് രണ്ടും രണ്ടായിട്ട് മാറും. അപ്പൊ അതും ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് അല്ലേ. ഫസ്റ്റ് ബോയിലിംഗ് ടെമ്പറേച്ചർ എന്തായിരിക്കണം, അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കണം, വളരെ ലോ ആയിരിക്കണം. കാരണം എന്തുകൊണ്ടാണ്, ഇയാൾ ഇവാപ്പറേറ്റർ എന്നൊക്കെ എന്ത് ചെയ്യണം, ചുറ്റുപാടൊന്നുള്ള റൂമിൽ നിന്ന് ഹീറ്റ് എടുത്തിട്ട് ഉടനെ തന്നെ പെട്ടെന്ന് ചെറിയ ചൂടിൽ തന്നെ എന്ത് ചെയ്യണം, ആൾ ഇവാപ്പറേറ്റ് ആവണം. ചെറിയ ചൂടിൽ തന്നെ ആൾ തിളച്ചിട്ട് ലിക്വിഡ് ഒന്ന് വേപ്പർ ആയിട്ട് മാറിയിട്ട് കംപ്രസർ പോയിട്ട് ആ പ്രോസസ് ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം അല്ലെ. അതിനാൽ ബോയിലിംഗ് ടെമ്പറേച്ചർ എന്തായിരിക്കണം, എന്ത് ചെയ്യണം, വളരെ താഴ്ന്നതായിരിക്കണം. അതുപോലെ തന്നെ ഫ്രീസിംഗ് ടെമ്പറേച്ചർ എന്താണ്, ലോ ആണ്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ചിട്ടാണ് ചില ബുക്കിൽ കാണുക. ലോ ബോയിലിംഗ് പോയിന്റ് ആണ് ഫ്രീസിംഗ് പോയിന്റ് എന്നായിരിക്കും ചിലപ്പോൾ കാണുക. ഇനി ലാസ്റ്റ് അടുത്തത് മൂന്നാമത്തെ പോയിന്റ്, ഇവാപ്പറേറ്റർ ആൻഡ് കണ്ടൻസർ പ്രഷർ പോസിറ്റീവ്. നമുക്കറിയാം ഇവാപ്പറേറ്റർ എന്താ, ലോ സൈഡ് അല്ലേ, ഇവാപ്പറേറ്റർ ലോ പ്രഷർ സൈഡ് അല്ലേ, ലോ
കണ്ടൻസർ എന്താ നമ്മുടെ കംപ്രസറിന് ശേഷം വരുന്നതല്ലേ. അപ്പോൾ കംപ്രസർ അടിച്ചിട്ട് അതിന്റെ പ്രഷർ കൂട്ടിയിട്ട് നല്ല ഹൈ പ്രഷറാണ്. പക്ഷെ ഇത് രണ്ടും എന്തായിരിക്കണം, പോസിറ്റീവ് എന്നാണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും ഒന്ന് ശകലം കൂടുതൽ അല്ലെങ്കിൽ നിയർലി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം നമ്മുടെ കുഴലിൻ്റെ ഉള്ളിലൂടെ ഈ പ്രഷർ ഇങ്ങനെ പോവല്ലേ. അപ്പോൾ നമുക്ക് അന്തരീക്ഷ മർദ്ദം വളരെ കുറവാണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക, അന്തരീക്ഷ എയറല്ലേ ഇങ്ങോട്ട് ഉള്ളിലേക്കല്ലേ പോവുക. നമ്മൾ വായു എന്ത് ചെയ്യും, ഇതിന്റെ ഉള്ളിലേക്ക് കയറി പോവില്ലേ. എങ്ങോട്ടാ പോവുക, കുറഞ്ഞ പ്രഷറിന്ന് കൂടിയ പ്രഷറിലേക്കാണോ? ഏതാണോ കൂടുതൽ അതിൽ നിന്നാണ് എന്ത് ചെയ്യുക, കുറഞ്ഞയിലേക്ക് പോവുക. അപ്പോ ഈ ഇവാപ്പറേറ്ററും കണ്ടൻസർ പ്രഷർ എന്ത് ചെയ്യണം, അന്തരീക്ഷത്തിനേക്കാട്ടിലും കുറച്ചുകൂടി കൂടിയിരിക്കണം. അപ്പൊ എന്ത് ചെയ്യും, എങ്ങനെ ലീക്ക് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഈ കോയിലിന് പുറത്തോട്ട് പോകും. പിന്നെ വായു ഒരിക്കലും ഉള്ളിലേക്ക് പോകൂല. മനസ്സിലായോ? അതുപോലെ തന്നെ ഒരുപാട് ഹൈ ആയി കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യണം, അത് ഉണ്ടാക്കുന്ന ഇവാപ്പറേറ്ററിന്റെ റെഫ്രിജറേറ്ററിന്റെ ഒക്കെ ട്യൂബുകൾ നല്ല കട്ടിയുള്ള ട്യൂബാക്കണ്ടേ, അതിന്റെ ട്യൂബൊക്കെ പൊട്ടി പോവില്ലേ. അപ്പൊ നിയർലി പോസിറ്റീവ് എന്ന് പറയാം. നെക്സ്റ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ദി പ്രഷർ എബോവ് വിച്ച് ലിക്വിഡ് ഗ്യാസ് ഫോമുകൾ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിന്റെ ലിക്വിഡ് ഗ്യാസ് ഫോമുകൾ കനോട്ട് കോ എക്സിസ്റ്റ്, രണ്ടും കൂടി ഒരുമിച്ച് കാണാൻ പറ്റില്ല അറ്റ് എനി ടെമ്പറേച്ചർ. അപ്പോൾ ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മാക്സിമം പ്രഷറാണ്. ആ പ്രഷറിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ലിക്വിഡിനെയും ഗ്യാസിനെയും ഒരുമിച്ച് കാണാം. നമ്മൾ നീരാവി വെള്ളം ഇങ്ങനെ തിളക്കാൻ തുടങ്ങൂലേ, ആ സാധനം അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നീരാവിയും കാണാം, അതുപോലെ തന്നെ ലിക്വിഡ് വെള്ളം കാണൂലേ. അത് എന്തായിരിക്കണം, റെഫ്രിജറന്റിന്റെ കേസ് അതേ കേസ് തന്നെ കേട്ടോ, ടെമ്പറേച്ചറിന്റെയും അതെന്തായിരിക്കണം, വളരെ ഹൈ ആയിരിക്കണം. കാരണം ഹൈ ആയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എത്രത്തോളം ടെമ്പറേച്ചർ കൂടിയാലും രണ്ടാളും കാണാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് കോഫിന്റെ പെർഫോമൻസ് എന്ത് ചെയ്യണം, അതുപോലെ COP എന്താവണം അല്ലേ, നല്ലോണം COP വേണ്ടേ. അതുപോലെ തന്നെ പവർ റിക്വയർമെന്റ് എന്തായിരിക്കണം, മാക്സിമം കുറവായിരിക്കണ്ടേ. ഇനി ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഹൈ ആയിരിക്കണം, അതുപോലെ സ്പെസിഫിക് വോളിയം ലോ ആയിരിക്കണം. ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ നമുക്കറിയാം, അത് വളരെ ഹൈ ആയിരിക്കണം, എന്നാൽ മാത്രം നമ്മുടെ വേപ്പറൈസേഷൻ നടക്കുള്ളൂ. ഇനി സ്പെസിഫിക് വോളിയം എന്തായിരിക്കണം, ലോ ആയിരിക്കണം. അപ്പൊ ഇനി അതർ പ്രോപ്പർട്ടീസ് എന്തൊക്കെ ആയിരിക്കണം, COP നമുക്കറിയാം വളരെ കൂടുതലാവണം. കോസ്റ്റ് എന്തായിരിക്കണം, കുറവായിരിക്കണം. അവൈലബിലിറ്റി ഈസിലി അവൈലബിൾ ആവണം. റെഫ്രിജറന്റ് ആൻഡ് ഓയിൽ റിലേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. മിസിബിലിറ്റി എന്ന് പറഞ്ഞില്ലേ, ഓയിലും റെഫ്രിജറന്റും നമ്മൾ എന്ത് ചെയ്യണം, കൂടി കലരണം. ഇനി ലീക്ക് ടെൻഡൻസി എന്ത് ചെയ്യണം, പെട്ടെന്ന് ലീക്ക് തിരിച്ചറിയാൻ കഴിയണം അല്ലെ. നമ്മൾ ഹാലൈറ്റ് ടോർച്ച്, അതുപോലെ തന്നെ ലിറ്റ്മസ് പേപ്പർ, പിന്നെ നമ്മുടെ ഹാലൈറ്റ് ടോർച്ചിന്റെ കളർ ചേഞ്ച് പഠിക്കണം കേട്ടോ. ചിലതിനെ ഹാലൈറ്റ് ടോർച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതും പഠിക്കണം. പിന്നെ ഓദർ എന്തായിരിക്കണം, അമോണിയയുടെ കേസിലൊക്കെ നമുക്ക് അറിയില്ലേ, ഒരു പ്ലസന്റ് ഓദർ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് സഹിക്കാവുന്ന മണമായിരിക്കണം. നെക്സ്റ്റ് അപ്പൊ നമുക്ക് പ്രോപ്പർട്ടീസ് സിമ്പിൾ ആയിട്ട് നോക്കാം. ഇതിൽ ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, മിക്സസ് വെൽ വിത്ത് ഓയിൽ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ എളുപ്പമാണ്. ഈ ഒരു ടേബിളിൽ ഇട്ടാ, ഈ റൈറ്റ് സൈഡിലെ ടേബിളിൽ ഫസ്റ്റ് ഓസോൺ ഫ്രണ്ട്ലി ആയിരിക്കണം, അതുപോലെ തന്നെ നോൺ കൊറോസിവിറ്റി മെറ്റൽ, തുരുമ്പ് പിടിപ്പിക്കരുത്, നോൺ ഫ്ലാമബിൾ, കത്തി പിടിക്കരുത്, നോൺ എക്സ്പ്ലോസീവ്, പൊട്ടിത്തെറിക്കരുത്, നോൺ ടോക്സിക്, വിഷാംശം മാക്സിമം ഇല്ലാതിരിക്കണം അല്ലെങ്കിൽ മാക്സിമം കുറയണം, ലോ കോസ്റ്റ്, ചീപ്പ് ആയിരിക്കണം, നോട്ട് എഫക്റ്റഡ് ഓൺ സ്റ്റോർഡ് പ്രൊഡക്റ്റ്, നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച പ്രൊഡക്റ്റിനെ ഒരിക്കലും ബാധിക്കരുത്. കാരണം എന്താ, അതിനെ പോയിട്ട് റെഫ്രിജറന്റ് പോയിട്ട് ബാധിക്കാൻ പാടില്ല. അതിൽ നിന്ന് കെമിക്കലായിട്ടോ ഫിസിക്കലായിട്ടോ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി ഈസിലി ആൻഡ് റെഗുലർലി അവൈലബിൾ, ഈസി ആയിട്ട് അവൈലബിൾ ആവണം. ഈസി ടു ലിക്വിഫൈ, ചെറിയ മോഡറേറ്റ് പ്രഷറിലും ടെമ്പറേച്ചറിലും എന്ത് ചെയ്യണം, ലിക്വിഫൈ ആവണം കേട്ടോ. മോഡറേറ്റ് പ്രഷറിലും ടെമ്പറേച്ചറിലും എന്ത് ചെയ്യണം, ലിക്വിഫൈ ആവണം. ഇനി ലീക്ക് എന്ത് ചെയ്യണം, ഈസി ടു ലൊക്കേറ്റ് ലീക്ക് ബൈ ഓദർ ആൻഡ് അതർ മെത്തേഡ്, നമ്മുടെ ലീക്ക് ലൊക്കേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, പെട്ടെന്ന് കഴിയണം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പഠിക്കാൻ പണിയുള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ. ഇതിൽ ഈ ഹൈ COP ഉണ്ടല്ലോ, അതല്ലാതെ ഈ ബാക്കി കാര്യങ്ങൾ കംപ്ലീറ്റ് പഠിക്കാൻ ഇച്ചിരി ചിലർക്ക് ഒരു കൺഫ്യൂസിങ് ആണ് അല്ലെ. ലോ ബോയിലിംഗ് പോയിന്റ് ഞാൻ പറഞ്ഞു, പെട്ടെന്ന് എന്ത് ചെയ്യണം, തിളച്ചിട്ട് കംപ്രസർ പോകണ്ടേ, വേപ്പറായി പോകണ്ടേ. അതുപോലെ തന്നെ ലോ ഫ്രീസിംഗ് പോയിന്റ്, ഇത് രണ്ടും ലോ ആണ്. ലോ ബോയിലിംഗ് പോയിന്റ് ആൻഡ് ലോ ഫ്രീസിംഗ് പോയിന്റ് അല്ലെ. ഇനി രണ്ടെണ്ണം ഹൈ ഉള്ളത് നോക്കാം. ഹൈ ഉള്ളത് ഏതൊക്കെ, ഹൈ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഹൈ ആണ്, അതുപോലെ
അതുപോലെ തന്നെ ഹൈ ക്രിട്ടിക്കൽ പ്രഷർ ആൻഡ് ഹൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഞാൻ പറഞ്ഞു ഹൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും ഹൈ ക്രിട്ടിക്കൽ പ്രഷറും ഞാൻ പറഞ്ഞു. ഹൈ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ വേണം, ഹൈ ക്രിട്ടിക്കൽ പ്രഷർ വേണം, ഹൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വേണം. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ലോ സ്പെസിഫിക് ഹീറ്റ് ആണ്. ലോ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ലിക്വിഡ് ആട്ടോ. ലോ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ലിക്വിഡ് ആണ്. അതുപോലെ തന്നെ ഹൈ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വേപ്പർ ആണ്. മാറിപ്പോയത് ലോ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ലിക്വിഡ് ആണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ലോ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ലിക്വിഡും അതുപോലെ തന്നെ ഹൈ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വേപ്പറും. നമുക്കറിയാം ഫേസ് ചേഞ്ച് നടക്കുമ്പോഴുള്ള ആ ഹീറ്റ് നമുക്കറിയാലോ. ഇനി ലോ സ്പെസിഫിക് വോളിയം ഓഫ് വേപ്പർ അല്ലേ? നമുക്കറിയാം കംപ്രസറിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം? ഒരുപാട് അളവിൽ റെഫ്രിജറന്റ് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ലോ സ്പെസിഫിക് വോളിയം ആയിരിക്കണം അല്ലെ? ഇനി ഇവാപറേറ്റ് ആൻഡ് കണ്ടൻസർ പ്രഷർ ഷുഡ് ബി പോസിറ്റീവ്. ലീക്കിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതിന്റെ കുഴലിന്റെ വല്ലാണ്ട് കൂടാനും പാടില്ല, വല്ലാണ്ട് കുറയാനും പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളെ ലീക്ക് ഒരിക്കലും എയർ ഉള്ളിലേക്ക് കയറി പോവാ അല്ലേ? അപ്പോൾ നമ്മളെ റെഫ്രിജറന്റ് ആകെ താറുമാറാകും. ഇനി വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കുഴൽ എന്ത് ചെയ്യണം? നല്ലോണം കട്ടി കൂട്ടിയിട്ട് സ്ട്രോങ് ആയി ഉണ്ടാക്കണം. ഇനി ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ലോ ബോയിലിംഗ് പോയിന്റ് ആവണം, ലോ ഫ്രീസിംഗ് പോയിന്റ് ആവണം. ലോ ബോയിലിംഗ് പോയിന്റ്, ലോ ഫ്രീസിംഗ് പോയിന്റ്. ഇനി ഹൈ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ഹൈ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അതുപോലെ തന്നെ ഹൈ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വേപ്പർ. ഇത് രണ്ടും ഒരുമിച്ച് പഠിച്ചാൽ മതി. ഹൈ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും ഹൈ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വേപ്പറും വേണം. ഇതുണ്ടല്ലോ ഹൈ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും അതുപോലെ തന്നെ ഹൈ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വേപ്പറും. അപ്പം എന്ത് ചെയ്യുക? ഒരുമിച്ച് പഠിക്കുക. ഇനി ഹൈ ക്രിട്ടിക്കൽ പ്രഷർ ആൻഡ് ഹൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലോ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ലിക്വിഡ്, ലോ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ലിക്വിഡ് ആവണേ. അതുപോലെ തന്നെ ലോ സ്പെസിഫിക് വോളിയം ഓഫ് വേപ്പർ ആയിരിക്കണം. കണ്ടോ? സ്പെസിഫിക് വോളിയം ഓഫ് വേപ്പർ. ഇനി ഈ ലോ സ്പെസിഫിക് വോളിയം ഓഫ് വേപ്പർ എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു കംപ്രസറിന്റെ കേസിൽ ഒരുപാട് റെഫ്രിജറന്റിനെ കംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ വോളിയം ലോ സ്പെസിഫിക് വോളിയം ആയിരിക്കണം. ഇനി ഇവാപറേറ്ററും കണ്ടൻസർ പ്രഷർ എന്തായിരിക്കണം? ഷുഡ് ബി പോസിറ്റീവ് ആയിരിക്കണം. ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കണം. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ജസ്റ്റ് ഒന്ന് പഠിക്കുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കമ്പയർ ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് ഗ്രൂപ്പ് സിമ്പിളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ODP ഓസോൺ ഡിപ്ലീഷൻ പൊട്ടൻഷ്യൽ, GWP ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ, AEL അക്സെപ്റ്റബിൾ എക്സ്പോഷർ ലിമിറ്റ്. ഫസ്റ്റ് R11 കെമിക്കൽ ഫോർമുല ഏതാ? CCl3F. അതുകൊണ്ട് അതിന്റെ പേരെന്താ? ട്രൈക്ലോറോ മോണോഫ്ലൂറോ മീഥൈൻ അല്ലെങ്കിൽ ഫ്ലൂറോ മീഥൈൻ. എന്താ? CFC ഗ്രൂപ്പ് ആണ്. അതുകൊണ്ട് തന്നെ CFC ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ എന്താണ്? ഓസോൺ ഡിപ്ലീഷൻ പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. ഇക്കാലത്ത് നമ്മൾ മാക്സിമം ഉപയോഗം കുറയ്ക്കുന്ന ഒരു സംഭവമാണ് R11 CFC ഗ്രൂപ്പ്. GWP ആണോ? 4600 ഉണ്ട്. എക്സ്പോഷർ ലിമിറ്റ് 1000. എക്സ്പോഷർ ലിമിറ്റ് ഏകദേശം എല്ലാത്തിൻ്റെ 1000, 50, 100 എന്ന വരിക. ഇനി R22 കെമിക്കൽ ഫോർമുല എന്ത് ചെയ്യുക? നിങ്ങൾ നോക്കി വെക്കുക, അതിന്റെ പേര് നോക്കി വെക്കുക. കണ്ടോ? മോണോക്ലോറോ ഡൈഫ്ലൂറോ മീഥൈൻ. കണ്ടോ? HCFC ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് CFC ഗ്രൂപ്പ് അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുക? അതിന്റെ ODP നല്ലോണം കുറവുണ്ട് അല്ലെ? GWP എന്ത് ചെയ്തു? കുറഞ്ഞു. ഓക്കെ ആണോ? 1700 ഉള്ളൂ. ഇനി ഡൈഫ്ലൂറോ മീഥൈൻ. ഡൈക്ലോറോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? 2 ക്ലോറിൻ വേണം. ട്രൈഫ്ലൂറോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? 3 ഫ്ലൂറിൻ വേണം. ഈഥൈനാണ് കേട്ടോ. ഇനി HCFC അതിന്റെ ഒന്നുകൂടി താഴെയാണ്, 0.02 ഉള്ളൂ. അതുപോലെ തന്നെ നല്ലോണം താഴെയാണ് GWP ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. ഇനി ടെട്രാ ഫ്ലൂറോ ഈഥൈൻ ഇത് ചോദിക്കും കേട്ടോ. ചോദിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് R134A? നമ്മളെ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു റെഫ്രിജറന്റ് അല്ലേ R134A? R134A CH2FCF3 എന്താണ്? HFC ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ഓസോൺ ഡിപ്ലീഷൻ പൊട്ടൻഷ്യൽ 0 അതുകൊണ്ട് തന്നെ ഓട്ടോമൊബൈലൊക്കെ ഉപയോഗിക്കുന്നു. 1300 ഉള്ളൂ. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 1000 ഉള്ളൂ. അക്സെപ്റ്റബിൾ എക്സ്പോഷർ ലിമിറ്റ്. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചാൻസ് ഉണ്ട് ചോദിക്കാൻ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഐസോബ്യൂട്ടൈന് ഒരു എക്സെപ്ഷൻ കേസാണ്. നമ്മൾ നെയിമിങ് പറഞ്ഞില്ലേ? R600A ഐസോബ്യൂട്ടൈൻ നാച്ചുറൽ ആയിട്ട് അവൈലബിൾ ആണ്. C4H10 ആട്ടോ അതിന്റെ. ഐസോബ്യൂട്ടൈൻ അല്ലേ? ഹൈഡ്രോ കാർബൺ ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ODP ഓസോൺ ഡിപ്ലീഷൻ പൊട്ടൻഷ്യൽ 0 ആണ്. മറ്റേതുകൊണ്ട് വെറും 3 ഉള്ളു. ഇനി അമോണിയ R717
നാച്ചുറൽ ആണ്. അമോണിയ ഇൻഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇതും 0 ഇതും 0. എക്സ്പോഷർ ലിമിറ്റ് കണ്ടോ, കുറച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പോഷർ ചെയ്യാൻ പറ്റുള്ളൂ. 50 നമുക്ക് എക്സ്പോഷർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, പെന്റാഫ്ലൂറോ ഈഥൈൻ R404A പെന്റാഫ്ലൂറോ ഈഥൈൻ അല്ലേ. ഇനി അതിൽ തന്നെ ഈ പേരുകളൊക്കെ പഠിക്കാട്ടോ നിങ്ങൾ. HFC ബ്ലെൻഡ് ആണ് അല്ലേ, ബ്ലെൻഡ് ആണ്, നമ്മളെ മിക്സ് ചെയ്ത ഇതാണ്. അതുകൊണ്ട് തന്നെ ODP കമ്മിയാണ്, പക്ഷേ GWP കണ്ടോ ശകലം കൂടുതലുണ്ട്. എക്സപ്ഷൻ ലിമിറ്റ് 3 എണ്ണത്തിനും, ഈ 3നും 1000 വരുന്നത്. ഇനി ഈ 3 എണ്ണം നോക്കുക, അതിന്റെ ഫോർമുല നോക്കുക, അതും HFC ബ്ലെൻഡ് ആണ്. അതുകൊണ്ട് HFC ബ്ലെൻഡിനൊക്കെ പഠിക്കാൻ സിമ്പിൾ ആണ്. എന്താ, ODP 0 ആയിരിക്കും. CFCക്ക് മാത്രം നിങ്ങൾ ODP പഠിച്ചാൽ മതി, CFC ഗ്രൂപ്പിന് മാത്രം ODP പഠിച്ചാൽ മതി, മറ്റേതെല്ലാം 0 ആയിരിക്കും. നോക്കുക കേട്ടോ. ഇനി ഇതും പഠിക്കണേ, ഇതും ചോദിക്കും. ഇനി പ്രൊപ്പൈൻ R290 നമ്മൾ പേരിടൽ പഠിച്ചതാണ് അല്ലേ. C3H8 ഹൈഡ്രോ കാർബൺ ആണ്. നിമിടയിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഹൈഡ്രോ കാർബൺ ആണ്. 0.3 ഇനി ഡൈഫ്ലോറോമീഥൈൻ കാർബൺ ഡയോക്സൈഡ് ആണ് കേട്ടോ. CO2 ഇൻഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ 0 ആണ്. ഇതെന്തുകൊണ്ടാണ് 1 വന്നത്, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്താ 1 വന്നത്, ഇതൊരു ചോദ്യം ചോദിക്കും. കാരണം കാർബൺ ഡയോക്സൈഡ് ആണ് നമ്മൾ ഈ GWPയുടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ ആണോ. നെക്സ്റ്റ്, ഈ ടേബിളിൽ നിന്ന് എന്ത് ചെയ്യും, ചോദിക്കും അല്ലെ. ബോയിലിംഗ് പോയിന്റ് ഏതെങ്കിലും ഒന്ന് പഠിക്കുക, ഡിഗ്രി സെൽഷ്യസിൽ പഠിക്കുക, എന്നിട്ട് അതിനെ നമുക്ക് എന്ത് കൺവേർട്ട് ചെയ്താൽ പോരെ. ഏതെങ്കിലും ഒന്ന് പഠിക്കുന്നത് പഠിക്കാൻ എളുപ്പത്തിലുള്ളത് പഠിക്കുക. R22 -40 ഡിഗ്രിയിൽ എന്ത് ചെയ്യും, അത് ബോയിൽ ചെയ്യും അല്ലേ. ക്രിട്ടിക്കൽ പ്രഷർ കണ്ടോ നിങ്ങൾ, ക്രിട്ടിക്കൽ പ്രഷർ കണ്ടോ 49.7 kg/cm². അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കുക, അത് രണ്ടും ഒരു യൂണിറ്റ് അല്ലേ. ഒന്ന് PSI പഠിക്കുക, അല്ലെങ്കിൽ kg/cm² പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ മാറ്റാൻ വേണ്ടി നോക്കുക. ഇനി ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കണ്ടോ, നമ്മൾ പഠിച്ചു ഹൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വേണമെന്ന് പറഞ്ഞോ. ഹൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അതിന് പ്രഷർ എന്ന് പറഞ്ഞില്ലേ 96 ഡിഗ്രി സെൽഷ്യസ് വേണം. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള COP ചിലപ്പോൾ ചോദിക്കും. പിന്നെ ബ്രേക്ക് ഹോഴ്സ് പവർ പെർ ടൺ ഓഫ് റെഫ്രിജറേഷൻ, ഇതൊന്നും അങ്ങനെ ചോദിക്കത്തില്ല. എത്ര പവർ വേണം ഒരു ടൺ ഓഫ് റെഫ്രിജറേഷന്, എത്ര BHP നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, അതൊന്നും മിക്കവാറും ചോദിക്കുകയാണെങ്കിൽ തന്നെ 1നോട് അനുബന്ധമായിട്ടാണ് എല്ലാ വാല്യൂം അല്ലെ. 1നോട് അനുബന്ധമായിട്ടാണ് എല്ലാ വാല്യൂസും നോക്കുക. ഇത് COP നോക്കി നോക്കും നിങ്ങൾ, എല്ലാതും 4 സംതിങ് അല്ലേ, 4 സംതിങ് ആണ്, 4.5 ഈ കേസ് മാത്രമേ ഉള്ളൂ അല്ലേ. അതുപോലെ തന്നെ ഇവിടെ കംപ്രഷന്റെ ഡിസ്പ്ലേസ്മെന്റ് മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആട്ടോ. അത് 1നോട് അല്ലെങ്കിൽ 0.1ന്റെ അടിയിലൊക്കെ വരുള്ളൂ. R123 മാത്രമേ ശകലം കൂടുതലുള്ളൂ അല്ലേ. അപ്പോൾ പഠിക്കാൻ സിമ്പിളാണ്, പക്ഷെ സമയം എടുക്കും. എല്ലാതും പഠിക്കാം. ഇതിൽ പഠിക്കേണ്ടത് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ഉള്ളത്, ബോയിലിംഗ് പോയിന്റ് പഠിക്കണം, ക്രിട്ടിക്കൽ പ്രഷർ പഠിക്കണം, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ പഠിക്കണം, പിന്നെ COP പഠിക്കാൻ എളുപ്പമല്ലോ. അതുപോലെ തന്നെ BHP പഠിക്കാൻ എളുപ്പമാണ്, ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ടേബിൾ പഠിക്കാൻ എളുപ്പമാണ് അല്ലേ. ഈ B1ഉം B2ഉം ഈ 2 A3 അല്ലാത്ത ബാക്കി എല്ലാം വരുന്ന എന്താ, സേഫ്റ്റി എത്ര A1-ലല്ലേ അല്ലേ. ഇനി മിസിബിലിറ്റി വിത്ത് ഓയിൽ 2 മാത്രമേ ഉള്ളൂ, ഫയറും വുഡും. ബാക്കി എല്ലാം ഓയിലുമായിട്ട് എന്ത് ചെയ്യില്ല, മിസിബിൾ ചെയ്യില്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കും. ഏതൊക്കെ റെഫ്രിജറൻ്റ് ആണ് ഓയിലുമായിട്ട് മിസിബിൾ ആവുക എന്ന് നമ്മളെ MCQ ക്വസ്റ്റ്യനിൽ ചോദിക്കും. സിന്തറ്റിക് ഓയിലിന്റെ ഉപയോഗം ഇതിൽ മാത്രം ഇല്ല നോക്കുക കേട്ടോ. നെക്സ്റ്റ്, റെഫ്രിജറന്റ് ഇമ്പാക്ട് ഓൺ എൻവയോൺമെന്റ്, വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. എന്താ, ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാവുന്നത് നമ്മൾ പഠിച്ചില്ല, നമുക്ക് നോക്കാം. ഓസോൺ ലെയർ ആൻഡ് ഡിപ്ലീഷൻ അല്ലെ. ഓസോൺ മോളിക്യൂള് 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്നതാണ്. ഓക്കെ ആണോ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇനി സ്ട്രാറ്റോസ്ഫിയറിലാണ് ഇത് ഉണ്ടാവുക അല്ലെ, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഉണ്ടാവുക, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഉണ്ടാവുക. ഇനി ദി ഓസോൺ ലെയർ, ഈ പോയിന്റ് നോക്കിയാൽ മതി കേട്ടോ. ദി ഓസോൺ ലെയർ അബ്സോർബ്സ് ദി സൺസ് അൾട്രാവയലറ്റ് റേസ് substantially, thus acting as a protective umbrella for life on Earth from the harmful effect of high concentration of UV radiation. ഒരുപാട് UV റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്ന ആളാണ് ഓസോൺ ലെയർ.
അതുകൊണ്ട് തന്നെ അതിന്റെ ഡിപ്ലീഷൻ എന്താക്കും? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഒക്കെ ചെയ്യുക. UV റേഡിയേഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യൂലേ? അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? നമുക്ക് സ്കിൻ ക്യാൻസർ ഉണ്ടാവും, ഇൻഫെക്ഷൻസ് ഉണ്ടാവും, എൻവയോൺമെന്റ് പ്രോബ്ലംസ് എന്തൊക്കെ ഉണ്ടാവുക? സീ ലെവൽ കൂടും, അതുപോലെ തന്നെ ഐസ്, പോളർ ഐസ് ഒക്കെ മെൽട്ടായിട്ട് ഉരുകി പോകില്ലേ? അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ്, ഇതെല്ലാം ഇതിന്റെ ഇമ്പാക്റ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഹാലോൺസ്, അതുപോലെ തന്നെ ബ്രോമൈൻസ് നോക്കിക്കോട്ടോ. ഹാലോൺസ് എന്താ നമ്മൾ എവിടെ ഉപയോഗിക്കുക? റെഫ്രിജറന്റിൽ ഉപയോഗിക്കുമോ? നമ്മൾ എന്ത് ചെയ്യും? ഫയർ എക്സ്റ്റിങ്ഷൻ സാധനങ്ങൾ ഉപയോഗിക്കും. ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ ഉപയോഗിക്കും. തീ അണക്കാൻ ഉപയോഗിക്കുന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ ഉപയോഗിക്കുന്ന ഹാലോൺസ് എന്താണ്? അതില് ബ്രോമിൻ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടുന്ന് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ബ്രോമിൻ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്ലൂറിൻ ഉണ്ട്, അതുപോലെ തന്നെ കാർബൺ ഉണ്ട്, ലൈക്ക് CFC, ഹാലോൺസ്. അതിൽ ഇതെല്ലാം എന്ത് ചെയ്യും? സ്ട്രാറ്റോസ്ഫിയറിന് എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്യും. അതിൽ മെയിൻ ആയിട്ടുള്ള ആള് ബ്രോമിൻ ആണ്, അല്ലെ? ബ്രോമിൻ is even more destructive on the ozone layer than chlorine. ഈ ഒരു ടോപ്പിക്, ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആക്കുക. ക്ലോറിനെക്കാട്ടിലും കൂടുതൽ ഡിസ്ട്രക്ഷൻ ഉള്ളതാരാണ്? അപ്പൊ നമ്മൾ പഠിച്ചു ക്ലോറിനെക്കാട്ടിലും മോർ ഡേഞ്ചർ ആണ് ആര്? ബ്രോമിൻ കേട്ടോ. ബ്രോമിൻ അത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആയി നോക്കുക. ഇനി ഫസ്റ്റ് നമ്മുടെ R11 റെഫ്രിജറന്റ് ഉണ്ടല്ലോ, എന്താണ്? CFC ഗ്രൂപ്പ് വരുന്ന R11, അയാൾ എന്ത് ചെയ്യും? എങ്ങാനും ലീക്കായി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പഴയ റെഫ്രിജറന്റ് ഒഴിവാക്കി ഒരു വെയിലത്തൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ UV റേഡിയേഷൻ കാരണം ഈ ലീക്കായി പോയ R11 എന്തായി മാറും? ഒരു ക്ലോറിൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യും, അല്ലെ? ബാക്കി എന്താ ഉള്ളത്? ഒരു ക്ലോറിൻ ആറ്റത്തിനെ റിമൂവ് ചെയ്ത് എന്ത് ചെയ്യും? ബാക്കി CFCl2 ഉണ്ടാവേ, ബാക്കി CFCl2 ഉണ്ടാവും. ഒരു ക്ലോറിൻ ആറ്റത്തിന് എന്ത് ചെയ്യും? ഇയാൾ റിമൂവ് ചെയ്യും. ഈ റിമൂവ് ചെയ്ത ഇയാളാണ് ഭയങ്കര ഡേഞ്ചർ. ഇയാൾ എന്തായി മാറും? ഇയാള് നമ്മുടെ ഓസോണിനെ പോയിട്ട് എന്ത് ചെയ്യും? വിഘടിപ്പിക്കും. ഓസോണിനെ വിഘടിപ്പിച്ചിട്ട് എന്താക്കും? രണ്ട് ഓക്സിജൻ മോളിക്യൂല് അല്ലെങ്കിൽ ഒരു ഓക്സിജൻ O2 ആക്കി മാറ്റും. പക്ഷേ ഇയാൾ മറ്റേ ഓക്സിജന്റെ കൂടെ എന്താക്കി മാറ്റും? ക്ലോറിൻ മോണോക്സൈഡ് ആയി മാറും. ഇവിടെ തീർന്നിക്കാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്തായി മാറും? ഇയാൾ പിന്നെ ഫ്രീ ക്ലോറിൻ റാഡിക്കലായി മാറും. എന്നിട്ട് എന്ത് ചെയ്യും? ഇയാൾ വീണ്ടും ഇവിടുത്തെ പോലെ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. ഈ ക്ലോറിൻ റാഡിക്കൽ എന്ത് ചെയ്യും? തൊട്ടടുത്ത ഓസോൺ ലെയറിന് എന്ത് ചെയ്യും? ഇങ്ങനെ ഓക്സിജൻ മോളിക്യൂലും അതുപോലെ തന്നെ ഒരു ക്ലോറിൻ മോണോക്സൈഡ് മാറ്റും. എന്നിട്ട് പിന്നെയും ഈ ചെയിൻ റിയാക്ഷൻ എന്ത് ചെയ്യും? നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? റിയാക്ഷനൊക്കെ അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റില്ലേ? അല്ലേ? എന്താണ് നമ്മുടെ CFC R11 എന്ത് ചെയ്തു? ഒന്നുകൂടി പറയാം. R11 എന്തായി? UV റേഡിയേഷൻ കൊണ്ടപ്പോ എന്തായി മാറിയോ? ഒരു ക്ലോറിൻ റാഡിക്കലിനെ റിമൂവ് ചെയ്തു. ബാക്കി എന്താണ്? CFCl2 ആണുള്ളത്. ഇനി ഈ ക്ലോറിൻ റാഡിക്കൽ ഓസോൺ എന്ന് പറയുമ്പോൾ O3 ആണ്. ഓസോണിന് പോയി എന്താക്കി മാറ്റി? ഒരു ഓക്സിജൻ മോളിക്യൂല്, അതായത് O2, രണ്ട് ഓക്സിജൻ ആയിട്ടും അതുപോലെ തന്നെ ഒരു ഓക്സിജന്റെ കൂടെ എന്തായി മാറി? ഈ റാഡിക്കൽ എന്തായി മാറി? പോയി. ക്ലോറിൻ റാഡിക്കൽ പോയി. പക്ഷെ ഇവിടെ തീർന്നില്ല. എന്തായി മാറി? ഇയാൾ പിന്നെ ഫ്രീ ക്ലോറിൻ റാഡിക്കൽ ആയിട്ട് മാറിയിട്ട് ഇവിടുന്ന് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. ഇനി ഫോർമേഷൻ ഓഫ് ഓക്സിജൻ എന്ത് ചെയ്യുക? അതുപോലെ തന്നെ ഇത് ഓക്സിജൻ ഇങ്ങനെ ഉണ്ടാവുക, അല്ലെ? എന്നിട്ട് UV റേഡിയേഷൻ കാണുമ്പോൾ എന്ത് ചെയ്യും? കെമിക്കൽ റിയാക്ഷന്റെ ഭാഗമായിട്ട് ഓസോണായി മാറും. ODP വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓസോൺ ഡിപ്ലീഷൻ പൊട്ടൻഷ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദി പൊട്ടൻഷ്യൽസ് ഓഫ് കോമ്പൗണ്ട്സ് ഫോർ ഓസോൺ ഡിപ്ലീഷൻ, അല്ലെ? ഓസോണിന്റെ ഡിപ്ലീഷൻ അല്ല, കോമ്പൗണ്ടിന്റെ ത്വരത പൊട്ടൻഷ്യൽ ആണ് എന്ത് പറയുന്നത്? ODP എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ പഠിച്ചു 1, 0 അങ്ങനെയൊക്കെ പഠിച്ചില്ലേ? 0.5, 0.0, 0.005, 0.002 എന്നൊക്കെ പഠിച്ച്. അധികം തന്നെ 0 ആണ്. 1 ഇതിന്റെ CFC R11 1 അല്ലേ? ഒബ്വിയസ്ലി വേരി അക്കോർഡിംഗ് ടു ദയർ ക്ലോറിൻ ആൻഡ് ബ്രോമിൻ കണ്ടന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോറിൻ ഉണ്ടോ ബ്രോമിൻ ഉണ്ടോ എങ്കിൽ അതിന്റെ ഓസോൺ ഡിപ്ലീഷൻ പൊട്ടൻഷ്യൽ എന്താണ്? ഹൈ ആവും, അല്ലെ? ആൻഡ് ദി പീരീഡ് ഓഫ് ദയർ സ്റ്റെബിലിറ്റി ഇൻ ദി അറ്റ്മോസ്ഫിയറിൽ എത്രത്തോളം കാലം സ്റ്റേബിൾ ആയി നിൽക്കാൻ പറ്റുമോ? അപ്പൊ കുഴപ്പമില്ല. പക്ഷെ സ്റ്റേബിൾ അല്ലാത്ത എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ക്ലോറിൻ റാഡിക്കൽ എന്ത് ചെയ്യും? ഇവര് റിമൂവ് ചെയ്തിട്ട് അതങ്ങനെ ചെയിൻ റിയാക്ഷനുകൾ നടന്നുകൊണ്ടിരിക്കും, അല്ലെ? This potential is known as ozone depletion potential. ODP is a factor based on the percentage weight of chlorine in a compound and its lifetime in the atmosphere. നമ്മുടെ ക്ലോറിന്റെ പെർസെൻറ്റേജ് വെയിറ്റും അതിന്റെ സ്റ്റെബിലിറ്റി
അറ്റ്മോസ്ഫിയറിലുള്ള ലൈഫ് ടൈം ഉള്ളതിനെ നമ്മൾ വിളിക്കും. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ODP പറയുന്നത്. ODP is a factor based on the percentage weight of chlorine in a compound and its lifetime അല്ലെങ്കിൽ stability in the atmosphere. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ദി മെയിൻ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഗ്യാസ് ആരാ? CO2 ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. മീഥേനിയം, നൈട്രസ് ഓക്സൈഡ്, all halogenated refrigerant അതൊക്കെ CFC, HCFC ആൻഡ് ക്ലോറിൻ ഫ്രീ HFC2 ഉണ്ടാവും. ക്ലോറിൻ ഫ്രീ ആയിട്ടുള്ള HFC വരെ എന്താണ്? ഗ്ലോബൽ വാർമിങ്, അന്തരീക്ഷത്തിൽ ചൂട് കൂട്ടും അല്ലെ. ചൂട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇവര് റിട്ടേൺ കൊടുക്കൂല. ശരിക്കും നമ്മള് സൂര്യനിൽ നിന്ന് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് സൂര്യന്റെ കിരണങ്ങൾ പതിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഒരു കണ്ണാടി പോലെ റിഫ്ലക്റ്റ് ആവും. പക്ഷെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ത് ചെയ്യും? അവർ ആ ചൂടിനെ പിടിച്ചു നിർത്തും. HCFCs R222 പോലുള്ള HCFC അതുപോലെ തന്നെ HFC such as R134a have a shorter atmospheric lifetime than CFC. കേട്ടോ, they are destroyed in the lower atmosphere itself by chemical reaction and so they have a lower ODP and GWP. ഇവയെല്ലാം അതായത് R134a നമ്മൾ എന്താ പഠിച്ചത്? അതിന്റെ ODP കുറവാണ്, അതുപോലെ തന്നെ GWP കുറവാണ് എന്നല്ലേ പഠിച്ചത്. അതുപോലെ തന്നെ HCFC കുറവാണ് എന്നല്ലേ പഠിച്ചത്. അത് എന്തുകൊണ്ടാണ്? അവർ അറ്റ്മോസ്ഫിയറിൽ അധിക നേരം ഫ്രീ ആയിട്ട് തങ്ങി നിൽക്കത്തില്ല. അപ്പോഴേക്ക് അവരെന്ത് ചെയ്യും? നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ അവര് GWP വല്ലാതെ സ്വാധീനിക്കത്തില്ല. നെക്സ്റ്റ് സേഫ്റ്റി ആസ്പെക്ട് നമ്മൾ പറഞ്ഞു. ക്ലാസ് A, ക്ലാസ് A1, ക്ലാസ് B എന്നൊക്കെ പഠിച്ചില്ലേ. ക്ലാസ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ടോക്സിറ്റി ഐഡന്റിഫൈഡ് ഈവൻ അറ്റ് ലോ കോൺസെൻട്രേഷൻ ഓഫ് 4000 parts per million by volume. 400 parts per million by volume. ക്ലാസ് B എന്ന് പറഞ്ഞാൽ എന്താ? എവിഡൻസ് ഓഫ് ടോക്സിറ്റി ഇസ് ഐഡന്റിഫൈഡ്. ക്ലാസ് B എന്താ? ടോക്സിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അതിനെ എവിഡൻസ് ഓഫ് ടോക്സിറ്റി ഇസ് ഐഡന്റിഫൈഡ് ആണ്. ഇനി ക്ലാസ് 1 എന്താ? does not propagate flame in air at 21 degrees Celsius and atmospheric pressure. 21 ഡിഗ്രി സെൽഷ്യസിൽ എന്തില്ല? ഇയാൾ ഫ്ലെയിം ഒന്നും പ്രൊപ്പഗേറ്റ് ചെയ്യില്ല. ഇത് തീ പിടിക്കാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷെ ക്ലാസ് 2 എന്താ? കുറച്ചൊക്കെ തീ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ക്ലാസ് 3 വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈലി ഫ്ലാമബിൾ, നല്ലോണം പെട്ടെന്ന് കത്തിപ്പിടിക്കും, ഡേഞ്ചർ ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മൾ പഠിച്ചതന്നെയല്ലേ പ്രൊപ്പൈന് നോക്കുക. ഇനി നെക്സ്റ്റ് റെഫ്രിജറന്റിന്റെ കളർ കോഡ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? അറ്റ്ലീസ്റ്റ് 3 എണ്ണങ്ങളും നമ്മൾ നോക്കുക. R11 ഓറഞ്ച് ആണ്, R12 വൈറ്റ് ആണ്, R22 ഗ്രീൻ ആണ്, R502 ഓർക്കിഡ്, R717 അമോണിയ സിൽവർ, R134a വൈറ്റ് ലൈറ്റ് ബ്ലൂ എന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. വണ്ടിയിൽ ഉപയോഗിക്കുന്ന ലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ നിമിയുടെ ബുക്കിലുള്ളത് പഠിച്ചോളൂ. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് അപ്പീൽ കൊടുക്കാനൊക്കെ നമുക്ക് സഹായിക്കും. വൈറ്റ് ആണ്. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോയിസണസ് ഗ്യാസ് അല്ലെങ്കിൽ കൊറോഷൻ ഉണ്ടാകുന്ന ഗ്യാസ് നമുക്ക് വിളിക്കാം യെല്ലോ കളർ ഇട്ടിട്ട് അതിന്റെ സിലിണ്ടറിനെ നമുക്ക് സൂചിപ്പിക്കാം. യെല്ലോ കളർ ആണെങ്കിൽ അത് പോയിസണസ് ആണ്, അല്ലെങ്കിൽ അത് കൊറോസീവ് ഗ്യാസ് ആണ്. ഇനി കത്തി പിടിക്കണമെങ്കിലോ അത് വളരെ ഡേഞ്ചർ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനെ റെഡ് ഇട്ടിട്ട് സൂചിപ്പിക്കണം. ഓക്കെ ആണോ? ഇനി ഓക്സിഡേഷൻ ഗ്യാസ് ആണെങ്കിലോ ലൈറ്റ് ബ്ലൂ, ഇനേർട്ട് ഗ്യാസ് ആണെങ്കിലോ ലൈറ്റ് ഗ്രീൻ. ഓക്കെ ആണോ? അപ്പൊ എല്ലാവർക്കും ജസ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് റെഫ്രിജറന്റിന്റെ കളർ കോഡും എല്ലാം ഉണ്ട്. അത് പഠിക്കാൻ ടൈം കൺസ്യൂമിംഗ് ആണ്. നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. കളർ കോഡ് ഓഫ് റെഫ്രിജറന്റ് സിലിണ്ടർ അല്ലെങ്കിൽ റെഫ്രിജറന്റിന്റെ കളർ കോഡ് എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യുക? മിനിമം ഇത്രയെങ്കിലും എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.